പണ്ടത്തെ ഒരു ബാഴ്സലോണ ഫാനും ഇപ്പോഴത്തെ ഒരു റിയൽ മാഡ്രിഡ് ഫാനും ഉള്ള സ്ഥിതിക്ക് നമുക്ക് എൽ ക്ലാസിക്കോനെ പറ്റി തന്നെ ആദ്യം സംസാരിച്ച് തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ഗുലാൻ, വാട്ട് യു തിങ്ക് ഓഫ് ദ ലോസ്? ലൈക്ക് 2 കളി നല്ല കിടിക്കാച്ചിയായി കൊട്ടയ്ക്ക് കോരി മേടിച്ചിട്ടുണ്ട് റിയൽ മാഡ്രിഡ് ബാഴ്സലോണയുടെ കയ്യിൽ നിന്ന്. നിനക്ക് എന്ത് തോന്നുന്നു? എങ്ങനെ വിലയിരുത്തുന്നു? നീ ഇതിനെങ്ങനെ കാണുന്നു? കൊറേ പറയാനുള്ള ബാർസ ഫാൻസിനാണല്ലോ. ഞാനെന്ത് ചോദിച്ചിട്ടെന്തിനാ? അല്ല, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും റയൽ മാഡ്രിഡിനെ കൊട്ടി പറഞ്ഞ ലാലിഗയിൽ എവിടെ ഉണ്ട് എന്നല്ലേ നിന്റെ അടുത്ത ക്വസ്റ്റ്യൻ വരാം. 3ാം സ്ഥാനത്തുണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു? അല്ല, നീ പറ. Like, what do you think about the performance in El Clasico? എന്നിട്ട് എൽ ക്ലാസിക്കോ മാത്രം നിങ്ങൾ ഇങ്ങനെ ഞങ്ങള് വിളിച്ചേ? ഞങ്ങള് അതിലും കൊട്ടുമേടിക്കണ്ട. 5-ൽ നിന്നത് ആ റെഡ് കാർഡ് കാരണം. അല്ലെങ്കിൽ ഞങ്ങള് ഇനിയും മേടിച്ചിട്ടുണ്ടാവും ഉറപ്പാ. അത് നീ പറയാതെ തന്നെ വ്യക്തമാണ്. ഹൈലൈറ്റ്സ് കണ്ടിട്ടാ ഞാൻ കളി ഇരുന്ന് കണ്ടു. അതുകൊണ്ട് എനിക്ക് അറിയായിരുന്നു ഏത് ഡയറക്ഷൻ. ഒരു ഫസ്റ്റ് ഹാഫ് ആയപ്പോ തന്നെ, ഫസ്റ്റ് ഹാഫില്ല, ഒരു 30 മിനിറ്റ്സ് ആയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇനി എന്തെങ്കിലും മിറക്കിൾ വേണം. എന്ത് പറയാനാ, വളരെ മോശം പെർഫോം ചെയ്യാൻ എന്താ മോശം എന്ന് കാരണം? കാരണം നമ്മൾ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഈ 3 പേര്, ലൈക്ക് 3 പേരും ഡ്രിബ്ലിംഗ് ഫേവറിംഗ് ആയിട്ടുള്ള പ്ലെയർ ആണ്. അധികം അങ്ങനെ പ്രസിംഗ് സെൻസ് ഇല്ലാത്ത പ്ലെയർ ആണ്. ഡിഫെൻസീവ് ഔട്ട്പുട്ട് വളരെ കുറച്ചുള്ള പ്ലെയേഴ്സ് ആണ് ഇവരൊക്കെ ഫ്രണ്ടിൽ കളിക്കുന്ന ഈ 3 പേരും. സോ അതൊരു ഭയങ്കര റീസൺ ആയിട്ട് പണ്ഡിറ്റ്സ് ഒക്കെ ചൂണ്ടിക്കാട്ടിച്ചിരുന്നു, ലൈക്ക് ഈ ലോസ് കാരണം ഫ്രണ്ട് ലൈനിന്റെ പ്രഷർ തീരെ കുറവായിരുന്നെന്നും മിഡ്ഫീൽഡും ഡിഫൻസും കാരണം ഭയങ്കര സ്ട്രെയിൻ എടുത്തെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ നിനക്ക് അങ്ങനെ ഫീൽ ചെയ്താ? അത് പാർഷ്യലി മാത്രമേ, അത് വെറും ഒരു ഫാക്ടർ മാത്രമാണ്. ബട്ട് പണ്ഡിറ്റ്സ് മീഡിയ ഒക്കെ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ വിനീഷ്യസ്, എംബാപ്പെ ഇവരുടെയൊക്കെ പേരെടുത്താലേ റീച്ച് കിട്ടുള്ളൂ. ആ ഒരു വൈറാലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ അതിനെ വീർപ്പിക്കണതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, സത്യം പറഞ്ഞു. കാരണം ഞങ്ങൾ ഒന്നാമത് പ്രസ്സിങ് ടീമല്ല, ഞങ്ങൾ കൗണ്ടർ അറ്റാക്കിങ് ഒരു സ്റ്റൈലാണ്. മിഡ് ബ്ലോക്ക് കളിച്ച് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പൊതുവെ ഞങ്ങളുടെ മിഡ്ഫീൽഡേഴ്സോ ഡിഫൻഡേഴ്സോ പൊസിഷൻ ഗെയിൻ ചെയ്യുന്ന ടൈപ്പ്. ഔട്ട് ആൻഡ് ഔട്ട് പ്രസ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ വിനി ഡ്രിബ്ലിംഗ് ഇഷ്ടമുള്ള പ്ലെയർ ആണ്. സോ വിനി ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു കൗണ്ടർ പ്രസ് കൊടുക്കണം എന്നുള്ളത്, റൈറ്റ്? സോ ആ ബോൾ ബാക്കിലേക്ക് വിൻ ചെയ്യാൻ ആളെ പ്രഷർ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അത് വിനീഷ്യസിന്റെ ഭാഗത്തുനിന്ന് ആ കളിയിൽ കണ്ടിട്ടില്ല. സോ വിനീഷ്യസിന് ഒരു മോശം കളിയായിരുന്നു. ബട്ട് അങ്ങനെ ഒരു കളി വെച്ചിട്ട് മാത്രം അവൻ അങ്ങനെയല്ല പറയാൻ പറ്റില്ല. കാരണം പല കളിയിലും അവൻ ഓടുന്നതും ഒക്കെ കാണാറുണ്ട്. അവൻ പൊസിഷൻ ലൂസ് ചെയ്ത ഉടനെ അവൻ തിരിച്ചു ഓടി എപ്പോഴും എടുക്കാറില്ല, അത് സത്യമാണ്. പക്ഷെ ആ കളി മൊത്തത്തിൽ അവരുടെ ലൈക്ക് ദേ വർ ഗെറ്റിംഗ് ഡോമിനേറ്റഡ്. അവരുടെ ആ മെന്റാലിറ്റി തന്നെ തകർന്നു പോയി. മനസ്സിലായോ? ഞങ്ങളുടെ ടീം മെന്റാലിറ്റി തകർന്നതാണ് ഒരു പ്രശ്നം. എല്ലാവരും ഒരുമാതിരി ഒരു ഷോക്ക് പോലെയായിരുന്നു, മനസ്സിലായി? ബട്ട് അങ്ങനെ ഷോക്ക് ആവേണ്ട കാര്യമുണ്ടോ? ലൈക്ക് ഇതേ സെയിം ഗെയിം പ്ലാനെ കൊണ്ടല്ലേ ലാസ്റ്റ് ടൈം അവർ വന്നത്, എന്നിട്ട് ലാസ്റ്റ് ടൈം 4-0 കളി ജയിച്ചു. അല്ല, ഞങ്ങളുടെ മെയിൻ ഫ്ലോ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് മെയിൻ ഫ്ലോ എന്ന് വെച്ചാൽ അത് ആഞ്ചലോട്ടിയുടെ തെറ്റ് തന്നെയാണ്. ഒബ്വിയസ്ലി ഞങ്ങൾക്ക് നല്ലൊരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റണ ഒരു നല്ലൊരു റൈറ്റ് ബാക്ക് ഇല്ല. സോ ഞങ്ങളുടെ റൈറ്റ് സൈഡ്, ജനറലി ഞങ്ങളുടെ റൈറ്റ് സൈഡ് കാലങ്ങളായിട്ട് ഡിഫൻസ് മോശമാണ്. കാർവഹാൽ എസ്പെഷ്യലി ഔട്ടായതിനു ശേഷം, ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് ഫോർ ഹിം ഹു ക്യാൻ ഡിഫെൻഡ്. ലൈക്ക് കാർവഹാൽ തന്നെ ബെസ്റ്റ്, അങ്ങനെ ഡിഫെൻഡിങ്ങിൽ അങ്ങനെ ഭയങ്കര ഡിഫൻഡർ ഒന്നും ആയിരുന്നില്ല. ബട്ട് ഹി വാസ് അവർ ബെസ്റ്റ്. നല്ല വർക്ക് റേറ്റ് ഉണ്ട്. ഹി വിൽ വിൻ, ഹി വിൽ പുട്ട് ഇൻ ദ ഫിസിക്കൽ എന്താ ടാക്കിൾസ് എല്ലാം. ഓക്കെ, സോ അത് വാസ്കസിന് പറ്റില്ല. വാസ്കസ് അങ്ങനെ ഒരു ടൈപ്പ് പ്ലെയർ അല്ല, അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. രണ്ടാമത് ഞങ്ങളുടെ സെന്റർ ബാക്ക് പെയറിംഗ് റൂഡിഗറും ചുവാമേനി ആയിരുന്നു. ഇവര് തമ്മിൽ ഒരു സിങ്കുമില്ല. ചുവാമേനി വാസ് സോ ബാഡ് ഇൻ ദാറ്റ് പൊസിഷൻ, സോ ബാഡ്. ചുവാമേനി ആയിരുന്നു സെന്റർ ബാക്ക്. അറ്റ്ലീസ്റ്റ് ആ അസെൻസിയോ ആണെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യണ്ടാവും. ഒബ്വിയസ്ലി അവൻ ചെറിയ പ്രായക്കാരാണ്, പക്ഷെ പ്ലേ ഹിം. നോ, അവനാണ് ബെറ്റർ സെന്റർ ബാക്ക്, അത് ക്ലിയർ ആണ്. ഞങ്ങൾ ടെസ്റ്റ് ചെയ്തൊരു കാര്യമാണത്. സോ
our right side was very weak and left side as always, I mean, ആ കളി ഐ തിങ്ക് മെൻഡി ടു സം എക്സ്റ്റെന്റ് ഹി വാസ് ഓക്കെ. പിന്നെ റൂഡിഗറിന് ഫുൾ പോയി. കാരണം അവന്റെ ഡിഫെൻസീവ് ലൈനിൽ 3 പേരും തമ്മിൽ ഒരു സിങ്കും ഇല്ല. സോ റൂഡിഗർ എത്ര ലൈന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയാലും പറ്റുന്നില്ല. കാരണം ഇവര് ക്രോസ് ഫീൽഡ് പാസും ത്രൂ പാസും ഇട്ട് അങ്ങ് പൊളിക്കുക. ഒരു രക്ഷയില്ലാത്ത ലിങ്ക് അപ്ലൈ മോനെ, മിഡ്ഫീൽഡും അറ്റാക്കും തമ്മിൽ. ഇവിടുന്നൊക്കെ ക്രോസ് വരുന്ന അറിയൂ. അമ്മ ലെഫ്റ്റ് ബാക്ക് നിന്ന് റൈറ്റ് വിങ്ങിലേക്ക് നേരെ ആരുമില്ല മാർക്ക് ചെയ്യാൻ. അപ്പോ ഒബ്വിയസ്ലി അതൊക്കെ അവരങ്ങനെ കുറെ അറ്റംപ്റ്റ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ആദ്യം കുറച്ചൊന്നും അവരുടെ ഗോൾ ആയില്ല. എന്നിട്ട് എംബാപ്പയാണ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത് ആ മാച്ചിൽ. അപ്പൊ ഒരു കോൺഫിഡൻസ് വന്നു. ഞങ്ങൾ നല്ല അറ്റാക്ക് ചെയ്തിരുന്നു ആ ഒരു ബ്രീഫ് പീരിയഡ് ഓഫ് ടൈം. ആൻഡ് ജനറലി ഞങ്ങളുടെ അറ്റാക്ക് നല്ല അറ്റാക്കാണ്. ആരെന്തൊക്കെ കുറ്റം പറഞ്ഞാലും വി ആർ റൈറ്റ് നൗ വി ആർ ഫങ്ഷനിങ് വെൽ. ഞങ്ങൾക്ക് നല്ലൊരു സിങ്ക് ഉണ്ട്. ഞങ്ങളുടെ പ്ലേയേഴ്സ് നന്നായി കളിക്കുന്നുണ്ട്. എസ്പെഷ്യലി എംബാപ്പെ ഈസ് ഓൾമോസ്റ്റ് വെരി ക്ലോസ് ബാക്ക് ടു ഹിസ് ബെസ്റ്റ് ഫോം. സോ അറ്റാക്കിനെ ഈ കുറ്റം പറയണത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡിഫെൻസീവ് എറേഴ്സ് തന്നെയാണ്. ആൻഡ് ദെൻ മിഡ്ഫീൽഡിൽ കമവിംഗ് എന്തൊക്കെയാണ് കാണിച്ചതെന്ന് ഹൈലൈറ്റ്സ് കണ്ടാൽ അറിയാം. ഒക്കെ പോക്കായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഡിഫെൻസീവായിട്ട് ഒന്നാമത് നന്നായി കളിക്കുന്നവർ നന്നായി കളിച്ചില്ല. രണ്ടാമത് അവരുടെ നാച്ചുറൽ പൊസിഷൻസിലായിരുന്നില്ല അവർ കളിച്ചത്. അതിൻ്റെ തന്നെ ഒരു പതട്ടം ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ലൈക്ക് ഇത്രയും അടിപൊളിയായിട്ട് അറ്റാക്കിംഗ് ടീം എന്തുകൊണ്ട് 10 മാൻ ബാഴ്സലോണയ്ക്കെതിരെ ഒരു നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസും കാഴ്ചവെച്ചില്ല? ഈവൻ ദോ ദേ ഹാഡ് ലൈക്ക് 40 minutes ടു പ്ലേ. എടാ 14 മിനിറ്റ്സിൽ ഞങ്ങളുടെ സ്കോർ 5-1 ആണ്. അറിയോ? ആ റെഡ് കാർഡ് കിട്ടുന്ന ടൈം ഞങ്ങൾക്ക് 5-1 മറ്റായിരുന്നു. അത് 4-1. ഇറ്റ് വാസ് എ ബിഗ് ലീഡ്. ആ എന്നിട്ടും ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് നടക്കണ്ട. കാരണം എല്ലാവരും ഷോക്കിലാണ്, ലിറ്ററൽ ഷോക്കിലാണ്. മനസ്സിലായോ? ഓൾമോസ്റ്റ് ലൈക്ക് റിപ്പീറ്റിംഗ് ദ പ്രീവിയസ് ഗെയിം. മെന്റാലിറ്റി പോയി. എന്നിട്ടും ഒരു ഗോൾ അടിച്ചു. 5-2 ആയി തോന്നുന്നു ഐ തിങ്ക് ലാസ്റ്റ് അവസാനം. പിന്നെ ഞങ്ങൾ കുറച്ച് ചാൻസസ് ഞങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ടൈം ഞങ്ങൾക്ക് ആ ലീഡ് എടുത്ത ടൈം ഞങ്ങൾ ഒരു ഗോളും കൂടെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഗെയിം സ്റ്റേറ്റ് അപ്പം മാറ്റായിരുന്നു ടു സം എക്സ്റ്റെന്റ്. പക്ഷെ പിന്നീട് അങ്ങ് അവര് വേറെ ലെവലായി. ഇങ്ങനെ ആ കളിയെങ്കിൽ ഇങ്ങനെ അവർ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് ഒരു അറ്റാക്ക് ഓക്കെ മാനേജബിൾ, അടുത്തത് ജസ്റ്റ് മിസ്, അടുത്തതാകുമ്പോഴേക്കും പൊളിഞ്ഞു. ലൈക്ക് അങ്ങനെ ഓരോ അറ്റാക്ക് ശക്തി കൂടി വന്നുകൊണ്ടിരിക്കുക കളി കഴിയുന്തോറും. മനസ്സിലായോ? അവർക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടും ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഹാൻസി ഫ്ലിക്ക് ഈ കപ്പ് ഗെയിംസ് മാനേജ് ചെയ്യാൻ ഒരു രക്ഷയില്ലെന്ന് തോന്നുന്നു. മേ ബി ദേ വിൽ ഗോസ് ടു ലൈക്ക് ഹയർ ലെവൽസ് ഇൻ UCL. ബട്ട് ഐ ഡോണ്ട് നോ അബൌട്ട് ലീഗിൽ എനിക്ക് എന്തോ ഇപ്പോ ലാലിഗയില് ഏത് ടീമാണ് ഇതുവരെ 2 ട്രോഫി അടിച്ചിട്ടുള്ള ഈ സീസൺ എന്ന് വെച്ചാൽ അതിപ്പോഴും റയൽ മാഡ്രിഡ് ആണ്. ഞങ്ങളാണ് ക്ലബ് വേൾഡ് കപ്പ് ജയിച്ചത്. അതേപോലെ വേറൊരു കപ്പ് ഉണ്ടല്ലോ, അത് ഞങ്ങളാ ജയിച്ചത്. സൂപ്പർ കപ്പാണ് ബാർസലോണ കൊണ്ടുപോയത്. ക്ലബ് വേൾഡ് കപ്പ് ഫൈനല് ഞങ്ങളും മറ്റേ വേറെ ടീം, ഞങ്ങളല്ലേ UCL അടിച്ചത്. അപ്പൊ ഞങ്ങളല്ലേ വരിക ഫൈനലില്. ബാർസലോണ UCL അടിക്കണ്ടേ? അല്ലെങ്കിൽ അവര് മറ്റേല് കയറി വരണം. അപ്പോ ഐ മീൻ നീ കംപ്ലീറ്റ് ചെയ്തോ? അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാ ഇറ്റ് വാസ് എ ബാഡ് പെർഫോമൻസ്. അത്ര തന്നെയാ. ബാഡ് ഡേ, ബാഡ് പെർഫോമൻസ്. ആൻഡ് ബാർസലോണ വാസ് ഔട്ട് ക്ലാസിങ്. ദേ വർ വെരി ഗുഡ്. പക്ഷെ ബാക്കി ഗെയിംസിലൊക്കെ അവർ വളരെ മോശമാണ്. അതെന്താന്ന് ആരും ചോദിക്കില്ല. കാരണം ഞങ്ങൾ ജയിച്ച് ചെയ്യാൻ എളുപ്പമാണല്ലോ. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. റയൽ മാഡ്രിഡ് നല്ല കോട്ടുന്നുണ്ട്. എന്താ വെച്ചാ അതിന് കുറെ കാരണങ്ങളുണ്ട്. ഒന്ന്, യമാൽ ഇല്ലാത്ത കളി അവർ മോശമാണ്. കഴിഞ്ഞ കളിയിൽ യമാൽ ഉണ്ടായിരുന്നു, എന്നിട്ടും പൊട്ടി. പൊട്ടിയത് അത്ലറ്റിക്കോ ആണ്. സോറി, ഇവര് 1-1 ഡ്രോ. ശരിയാ.
എനിവേസ് അവരുടെ പെർഫോമൻസ് മോശമായിരുന്നു, ഡ്രോ ഓർ നോട്ട്. ആൻഡ് ബാർസലോണയും ഡിഫെൻസീവ്ലി വളരെ മോശമായ ടീമാണ് ആക്ച്വലി. അവരും ഞങ്ങളെ പോലെ ഡിഫെൻസീവ് ഇഷ്യൂസ് ഉള്ള ഒരു ടീം തന്നെയാണ്. സോ അതാണ് സത്യം. ആ പറ, നിനക്ക് എവിടെ നിനക്ക് എന്തോ എന്താണ് ചോദിക്കുന്നത്? നിന്റെ വിലയിരുത്തൽ? കളി കണ്ടില്ല, ഹൈലൈറ്റ്സ് ആണ് കണ്ടത്. ഞാൻ പിറ്റേ ദിവസമാണ് അറിഞ്ഞത് ഓ എൽ ക്ലാസിക് ആ ഉണ്ടായിരുന്നു. നീ ഇപ്പൊ മിയാമിയിൽ ചേക്കേറില്ല, അപ്പൊ പിന്നെ നിനക്ക് ഹൈലൈറ്റ്സ് കണ്ടാ മതി. കുറച്ച് നല്ല Pre-season എന്തോ സന്തോഷം കളിയൊക്കെ ഉണ്ടായിരുന്നു. കളിച്ചല്ലോ അണ്ണൻ, ഗോളൊക്കെ അടിച്ചു എന്നൊക്കെ അത് കേട്ടു. ഞാൻ കേട്ടു. Pre-season. മെക്സിക്കോനെതിരെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞത്. എടാ വേറൊരു ടീമിനെ പറ്റി സംസാരിക്കാനുണ്ട്. അമോറിമിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഓ അത് പിന്നെ പറയാനുണ്ടോ? എടാ. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ? അതാണ് ഞാൻ പറയാത്തത്. ഞാൻ അന്നേ പറഞ്ഞതാ. അപ്പൊ കൊറേ എണ്ണന്മാര് എന്തൊക്കെയായിരുന്നു കമന്റില്. അവസാനമായി ബ്രൈറ്റനെതിരെയും ഹോം ഗ്രൗണ്ടിൽ 3-1 കെമിരാ ബോബോ. ബ്രൈറ്റൺ പോട്ടെ, സൗത്ത് ആംപ്ടനെതിരെ 80 മിനിറ്റ് അവർ കളിച്ചത് കണ്ടോ? ആ ഫസ്റ്റ് 80 മിനിറ്റ്സ് ഞാനൊരു 60യോ 70യോ വരെ ഞാൻ കണ്ടുപോകുന്നു. അതോടെ ഓക്കെ മൂഞ്ചി. ഇനി ആമോറിമിനെ മിക്കവാറും അവര് അടുത്തന്നെ ഈ സീസൺ എൻഡോടെ തട്ടാൻ നോക്കുന്നതാണ് എനിക്ക് ഫീലിംഗ് വന്നത് ആ കളി കണ്ടോടെ. കാരണം സൗത്ത് ആംപ്ടന്റെ അത്ര മോശമായ ഒരു പ്രീമിയർ ലീഗ് ടീം പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ കളിച്ചിട്ടില്ല ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റ്സ്. ആൻഡ് അത് അവരുടെ കളിയിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാനും പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു ടീമായിട്ടാണ്. ഒന്നും പറയില്ല മോനെ. അമോരും തന്നെ പറഞ്ഞല്ലോ. എന്ത് അമോറി എന്താ പറഞ്ഞു? അമോറിം തന്നെ പറഞ്ഞു വി ആർ ദ വേഴ്സ്റ്റ് മാൻ യുണൈറ്റഡ് ടീം ഇൻ ഹിസ്റ്ററി. അങ്ങനെ പറഞ്ഞു പ്രസ്സില്. പിന്നെ മാനേജർ ബോധമുണ്ട്. മാനേജർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് യുണൈറ്റഡ് പിന്നെയും മോശമായിക്കൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട്. ഇത് റൊണാൾഡോ പറഞ്ഞ പോലെ അടിവേര് മുതലുള്ള പ്രശ്നമായിരിക്കും, അല്ലാതെ വേറെ എന്താണ്? എത്ര മാനേജേഴ്സ് ആയടാ. എന്താ ഇത് മാസം ഓരോ മാനേജർ ക്ലെൻസ് ചെയ്ത പോലെ ഒരു ക്ലെൻസിങ് നടക്കണം, മനസ്സിലായോ? ഉള്ളിന്ന് തൊട്ട് ഫുൾ ക്ലെൻസ് ആവണം, എന്നാലേ പ്ലേ ആദ്യം നല്ല മൂവാണ്. ഇപ്പോൾ ഐ തിങ്ക് റാഷ്ഫോർഡിനെ തട്ടാൻ നോക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഒക്കെ നടക്കണം. പിന്നെ മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് ഇപ്പോഴും പണ്ടത്തെ ജിമ്മും പണ്ടത്തെ അന്ന് കെട്ടിയ സാധനങ്ങളൊക്കെയാണ്. ഇത്രയും കാശുള്ള ക്ലബിന് എന്താണ് അതിലൊക്കെ ചെലവാക്കാൻ അത്രയും അഴിമതിയൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ പിന്നെ എങ്ങനെ ക്ലബ്ബ് എന്താ അനുഭവിക്കും. Anyways, let's talk about Premier League title chances. Like, do you think like ആരെങ്കിലും ഉണ്ടോ ലിവർപൂളിനെ ചലഞ്ച് ചെയ്യാൻ? ലിവർപൂൾ ഞാനും ടിന്നു ഇന്നലെ അത് സംസാരിക്കുകയായിരുന്നു. ഇൻട്രസ്റ്റിംഗ്ലി ഞങ്ങൾ നോട്ടിംഗമിനെ പറ്റിയായിരുന്നു പറയുണ്ടായിരുന്നു. അവരുടെ മോനെ കെമിരാസ് ബോബോ. എടാ നിങ്ങൾ നോട്ടിംഗായിട്ട് ഡ്രോ അല്ലേ ഉള്ളൂ, ജയിച്ചൊന്നുമില്ലല്ലോ. രണ്ടാളിയിലും ഒന്ന് നോക്കല്ലേന്നുള്ളൂ. അതിന് മുട്ടുടാ മുട്ടു. നോട്ടിംഗം നല്ല, ഞാൻ എന്റെ എക്സ്പെക്ടേഷൻസിന് ബിയോണ്ട് ആണ് അവരുടെ പെർഫോമൻസ്. ഞാൻ ഇത്രയും ഹാഫ് സീസൺ കഴിഞ്ഞാലെങ്കിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവും വിചാരിച്ചു അവരുടെ നോട്ടിംഗമിന്റെ. സോ ക്രേസി. ലൈക് അവര് ഡിപ്പാർട്ട്മെന്റിലെ മെയിൻ പ്ലേസ് ലൈക് ഗിബ്സ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, റൈറ്റ് ബാക്ക് ഒലൈന, എന്റെ പൊന്നടാവേ, പിന്നെ സെന്റർ ബാക്ക് മുറിയിലും ഉണ്ടല്ലോ. എല്ലാരും ഒന്നിനൊന്നും പുറമെ അവരുടെ ഗോൾ കീപ്പർ കെമിരാസ് ബോബോ പെർഫോമൻസ്. എന്റെ മോനെ സാധനം തന്നെ കേട്ടോ ടീം. അവരെ മാനേജർ മാറിയതല്ലേ, ഇക്കൊല്ലല്ലേ മാറിയെന്ന് പറഞ്ഞ നീ. അടാ ഈ മാനേജർ വൂൾസിനെ ഒരു നല്ല പൊസിഷനിലേക്ക് എത്തിയിട്ട് പിന്നെ ടോട്ടനാമിൽ പോയി ഒരു ഫ്ലോപ്പായി, പിന്നെയാണ് നോട്ടിംഗം ഫോറസ്റ്റിലേക്ക് വരുന്നത്. ന്യൂനോ എസ്പിരിറ്റോ സാന്റോസ്. എന്റെ മോനെ കിളി സാധനം, കിളി ടീം. ലൈക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല ഈ സ്റ്റേജിൽ തേർഡ് പൊസിഷനിൽ എത്തുന്നു. എനിക്കൊന്ന് ആ ചങ്ങ അങ്ങനത്തെ മീൻസ് ഇങ്ങനത്തെ ചെറിയ ടീം വെച്ച് കളിക്കാൻ സൂപ്പർ ആയിട്ടുള്ള ഇതൊന്നുമില്ല ആയിരിക്കാം. ലൈക്ക് എനിക്കിപ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ. ഇപ്പൊ മാൻ സിറ്റിക്ക് 38 പോയിന്റ് ഉണ്ട്,
റൈറ്റ്. മാൻ സിറ്റി കേറോടാ, നീ കഴിഞ്ഞ വീക്ക് കണ്ടില്ലേ? 6-0 ആ 6-1. ആകെ എനിക്കിപ്പോഴും ഒരു കണ്ടന്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് സിറ്റിയാണ്. ലൈക്ക് മറ്റുള്ളവരൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സിറ്റി ചിലപ്പോൾ അടിച്ച് കയറി വരാൻ ചാൻസ് ഉണ്ട് സീസൺ എൻഡിൽ എന്നാണ് എൻ്റെ വിശ്വാസം. സിറ്റിക്ക് ഇനി സിറ്റിക്ക് പക്ഷെ 38 എത്രയാടാ, പോയിന്റ് 12 പോയിന്റിന്റെ വ്യത്യാസമില്ലേ? ഇനി കളിക്കാൻ എടാ, 16 manager കളി ഒക്കെ കൂടി വിശ്വാസമില്ല. കളിക്കാനുണ്ട്. പിന്നെയാണോ നിനക്ക് വിശ്വാസം? എടാ, സിറ്റിക്കും നോട്ടിംഗമിനും രണ്ടിനും നല്ല ഡിഫിക്കൽട്ട് ഫിക്സ്ചേഴ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. ഇൻഫാക്ട് ഞാൻ നോട്ടിംഗം അതാണ് എനിക്ക് ഇനി കാണണം. ഈ ഡിഫിക്കൽട്ട് ഫിക്സ്ചേഴ്സിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് എനിക്ക് കാണാൻ ആഗ്രഹം. അല്ല, എന്റെ ഒരു കണക്കൂട്ടൽ നോക്കൂ, ഭയങ്കര ടഫാ. എന്റെ ഒരു കണക്കൂട്ടൽ നിങ്ങൾ നോക്കൂ. സിറ്റിക്ക് ഇനി എടുക്കാൻ വരുന്ന മാക്സിമം പോയിന്റ് 48 പോയിന്റ്സ് എക്സ്ട്രാ എടുക്കാം, മൊത്തം മാക്സിമം പോയിന്റ് 86 പോയിന്റ് എടുക്കാം. അപ്പൊ എന്റെ ഒരു കണക്കൂട്ടൽ വെച്ച് ലിവർപൂൾ 87 പോയിന്റ് അടിക്കുന്ന കൊടുക്കനെ പ്രീമിയർ ലീഗ് ഡിസൈഡ് ആവുന്നതാണ് എന്റെ ഒരു വിശ്വാസം. 87 എന്ന് വെച്ചുകഴിഞ്ഞാല് 87 പോയിന്റ് അടിക്കണമെങ്കിൽ അവരിനി 12 കളി ജയിക്കണം, ഒരു കളി ഡ്രോ ആവണം. മീൻസ് ആ 13 ഒരു റേഷ്യോയില്. മൾട്ടിപ്പിൾ ഇഞ്ചുറീസിന് ഇരയായാൽ മാത്രമേ മൂഞ്ചുള്ളൂ, അല്ലെങ്കിൽ ലിവർപൂൾ മൂഞ്ചില്ല, അത് ഉറപ്പാ. ഈവൻ സലഡ ഫോം ഡിപ്പായാൽ പോലും ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ഫെയിൽ. പ്രശ്നം തീർന്നു. പരിക്കായ പ്രത്യേകിച്ച് ഗ്രാവൻബർഗ്, വാൻഡൈക്ക് ഈ മാതിരി പ്ലേയേഴ്സിനൊക്കെ ആയ നന്നായിട്ട് പണി കിട്ടും. ഇനിയുള്ള 17 കളിയിൽ 12 കളി ജയിക്കുക, ഒരു കളി ഡ്രോ ആവുക, അതൊരു നല്ലൊരു പോസിബിലിറ്റി ആണ്. 87 പോയിന്റ് ആണ്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഐ വുഡ് സേ ലിവർപൂൾ വിൽ വിൻ ദ പ്രീമിയർ ലീഗ്. അങ്ങനെ ആലോചിക്കണ്ട, എത്ര ലോസ് വരെ എടുക്കാന്നും കൂടെ ആലോചിക്കും. അതും കൂടെ ലോസ് ആവില്ലടാ, ഈ ടീം അങ്ങനെ ലോസ് ആവില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ബോർമൗത്തിന്റെ കളി വരുന്നുണ്ട്. ഡ്രോ പിടിക്കുമായിരിക്കും. അതാ ബോൺമൂത്ത് എനിക്ക് പേടിയാ. ഈ നോട്ടിംഗ്ഹാമും ബോൺമൂത്തൊക്കെ, ഈ ചെൽസിക്കും ആർസണലും ഒന്നും എനിക്ക് പേടിയില്ല. ഇങ്ങനത്തെ ടീമൊക്കെ എനിക്ക് പേടിയാവും കളിക്കുമ്പോ. ഫുൾഹാം, ബോൺമൗത്ത് ഇവരൊക്കെയാണ് കിണ്ണം കാച്ചി പെർഫോമൻസസാ. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഇതുണ്ട്, കംബാക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നല്ലോണ്ട് ഈ സീസണിൽ. ലൈക്ക് സോ അതൊരു ഭയങ്കര വലിയ പോസിറ്റീവ് ആണ്. പിന്നെ നിങ്ങക്ക് കഴിഞ്ഞ സീസൺസ് ഒന്നും ഇല്ലാത്തൊരു സാധനം കൂടെ ഉണ്ട്, കുറച്ച് ഭാഗ്യം കൂടെ ഉണ്ട്. നല്ലോ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞു? അതെന്താ ടോക്കടാ? കഴിഞ്ഞ സീസൺസിലൊക്കെ ഉണ്ടായിരുന്നത് കൊറേയൊക്കെ ഭാഗ്യമില്ലായ്മ, ഭാഗ്യക്കേട് ഉണ്ടായിരുന്നു, അത് ശരിയാ. ഇപ്പൊ എന്താന്നറിയില്ല, പെട്ടെന്ന് ഭാഗ്യമൊക്കെ ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. എല്ലാം മൊട്ടയുടെ അനുഗ്രഹം, എല്ലാം മൊട്ടയുടെ അനുഗ്രഹം. അങ്ങനെ വാറന്റി ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അധികം. വാറന്റി ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, റഫറിംഗ് ബ്ലണ്ടേഴ്സും അധികം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും എക്സ്ട്രാ ടൈമിൽ വന്ന് 90 മിനിറ്റ് പ്ലസ് കഴിഞ്ഞിട്ട് ഡാർവിൻ 2 ഗോളൊക്കെ അടിക്കണം പറഞ്ഞ. അതെ എടാ, ഡാർവിൻ അതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നീ അത് കളി പറയല്ലേ. ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ കഴിഞ്ഞ സീസണിൽ 10 മാൻ ലിവർപൂൾ തിരിച്ചു വന്ന കളിയുണ്ട്, അത് നീ മറക്കരുത്. ഡാർവിൻ ലൂണിസിന്റെ എക്സ്ട്രാ ടൈമിലെ 2ാമത്തെ ഗോള്. പക്ഷെ ഈ കളി പറയുകയും ചെയ്തു തോന്നുന്നു, മൊട്ട ഈ കളി ഡാർവിൻ ന്യൂനസ് ഗോൾ അടിക്കുന്നു അങ്ങനെ പറഞ്ഞു തോന്നുന്നു. അല്ല, പണ്ടവൻ ഷോർട്ട്സേ മിസ് ചെയ്തായിരുന്നല്ലോ ആ സമയത്ത്. ഇപ്പൊ ബെഞ്ചിലല്ലേ ആശയം, അതുകൊണ്ട് ഞെട്ടിപ്പോയതാ. എന്തായാലും ജയിക്കൂടാ, ജയിക്കട്ടെ. അവിടെ ബോൺമൗത്തിന്റെ കളി ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ. ബോൺമൗത്തിന്റെ പ്രസ് ഒരു രക്ഷയില്ല, അടിപൊളി പ്രസ്സിങ് ആക്ച്വലി. അതെ, ഇൻഫാക്ട് ഞാൻ അവരുടെ സ്ട്രൈക്കർ പോകും, കാരണം അവരുടെ സ്ട്രൈക്കർ അവരുടെ ഹൈ പ്രസ്സിങ്ങിന് ഒരു കീ പ്ലെയർ ആണ്. ഐവാനിയലിസൺ അല്ലെങ്കിൽ ഇനാസ് ഉനാൽ കളിക്കണം. അവർ രണ്ടുപേരും ഇഞ്ചുറി ആയപ്പോൾ ഞാൻ ആക്ച്വലി അവരുടെ പ്രസ് മോശമാവെന്ന് വിചാരിച്ചു. ബട്ട് ഇറാഹോല ഇസ് അമേസിങ് മാൻ. എങ്ങനെയാണ് ഈ സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയില്ല. സമ്മതിക്കണം. സ്റ്റിൽ ദേ ആർ ഹൈ പ്രസ്സിങ്, ബട്ട് പണ്ടത്തെ പോലെയല്ല ഹൈ പ്രസ് ചെയ്യുന്നത്. സ്ട്രൈക്കറിനെ ഫോക്കൽ പോയിന്റ് അല്ലാതെ ഇൻവേർഡ് വിംഗേഴ്സിനൊക്കെ വെച്ചിട്ട് മോനെ ഒരു രക്ഷയില്ല. കഷ്ടപ്പെടുന്ന കാണാനോ ബോൺമൗത്തിനെതിരെ. ബോള് കിട്ടുന്നില്ല, ബോള് കിട്ടുമ്പോ തന്നെ അവര് തിരിച്ചെടുക്ക പ്രസ് ചെയ്തിട്ട്. ആ മിഡ്ഫീൽഡിൽ തന്നെ ബോൾ അവര് തിരിച്ചെടുക്കണ്ടായിരുന്നു. അതെ, പൊളിക്കണം.
ഈ പ്രസ്സിങ് ഈ എന്തായാലും ലോ ടിയർ ടീമുള്ള ടീമൊക്കെ പ്രസ് ചെയ്യുമ്പോൾ നോക്കണം. ഭയങ്കരമായിട്ട് തിരിച്ചു കുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് പ്രസ്സിങ്. ലൈക്ക് അതിന്റെ ഇടയിൽ കൂടെ കളിക്കാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അടിച്ച അണ്ണാക്കി കിട്ടും. അമ്മാതിരി ഒരു സാധനമാണ് ഈ പ്രസ്സിങ്. സോ അത് അങ്ങനെ ആ ഒരു ലെവലിലുള്ള ടീം അതങ്ങനെ പിടിച്ചെടുക്കണമെങ്കിൽ ആ മാനേജർക്ക് എന്തൊരു കെട്ടി കൊടുക്കണം എന്നറിയോ? പക്ഷെ എന്താ അറിയോ, നമുക്ക് കളി കാണാനൊരു ഫുട്ബോൾ ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. ജയവും തോൽവിയും റിസൾട്ടും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് വി ഓൾസോ നീഡ് ടു ബി എന്റർടൈൻ. എന്നാലേ ഫാൻസിന് ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഇപ്പൊ എവർട്ടൺ ഷോൺ ഡൈഷിനെയൊക്കെ പെട്ടെന്ന് മാറ്റാനുള്ള മെയിൻ കാരണം അതാണ്. അങ്ങനെ ഡ്രോ ഒക്കെ പിടിക്കുന്നുണ്ട്, പക്ഷെ ഗോൾ അടിക്കണില്ല. 0-0-0 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാ. അപ്പോൾ അതും കൂടെ ഒരു വലിയ ഫാക്ടറാണ്. ആൻഡ് എല്ലാവരും ഈ പെപ്പിനെ പോലെ കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ തട്ടി തട്ടി അതിപ്പോ എല്ലാവർക്കും കാണാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് അതാണ് ഇഷ്ടമായി. അവര് ഓരോ മാനേജറും അവരുടെ ഐഡിയാസ് ട്രൈ ചെയ്യാനും അതിനെ എക്സ്പ്രസ് ചെയ്യാനും അവർ ആ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഈവൻ ഇപ്സ്വിച്ചിന്റെ മാനേജർ പോലും അവര് മോശമായിട്ട് അവരുടെ പ്ലേയേഴ്സിനൊന്നും അത്ര ക്വാളിറ്റി ഇല്ല, അതിലാകെ 1-2 ഉള്ള ഹൈ ക്വാളിറ്റി പ്ലേയേഴ്സേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ദേ ഹാവ് എ വേ ഓഫ് പ്ലേയിങ്, ദേ ഹാവ് എ ഫിലോസഫി. എനിക്ക് അതാണ് ഈ സീസൺ എനിക്ക് പ്രീമിയർ ലീഗിൽ ഇഷ്ടമായത്. മറ്റേത് എല്ലാവരും ഒരു ടെംപ്ലേറ്റ് പോലെ കളിക്കണ പോലെ ഉള്ളതൊരു ബോറിംഗ് അല്ലേ. ശരിയാ. ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ടീംസ് ലൈക്ക് നോട്ടിംഗ്ഹാം, ബോൺമൗത്ത് ഓർ ഈവൻ ഫുൾഹാം, ഇങ്ങനത്തെ ടീമൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ യൂഷ്വലി എന്താണ് ഒരു ടീമിനെ എക്സ്പെക്ട് ചെയ്യുക? ലോ ബ്ലോക്ക് കളിച്ചിട്ട് യൂഷ്വലി ടാർഗറ്റ് മാനെ റിലീസ് ചെയ്തിട്ടുള്ള കളി. ഇത് തന്നെയാണ് കാലം കുറെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ടിപ്പിക്കൽ ഡയറക്റ്റ് ഇംഗ്ലീഷ് ഫുട്ബോൾ. സോ അതിൽ നിന്ന് വളരെ വ്യത്യാസമാണ് ഈ സീസണിൽ. ഇപ്പൊ അങ്ങനെയല്ല. അതൊക്കെ ഉത്സാണ് മോനെ മെയിൻ. ഡിഫൻസ് ഒന്നും ഒരു ഇഷ്യൂ അല്ല, അടിക്കണം. അഞ്ചേ അതിലും വലുതാ മോനെ. ഡിഫൻസിന് ഒരു സമയത്ത് 9 ആളായിട്ടുള്ള ടോട്ടനാം ടീമിനെ സെൻട്രല് ഡിഫൻസിനെ പിടിച്ചെടുത്തിട്ടുണ്ട് പുള്ളി കഴിഞ്ഞ് 2 സീസൺ അങ്ങാണ്ട് മുമ്പ്. സെന്റർ എന്നിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അത് നമ്മുടെ ഫിലോസഫി ആണെന്ന് പറഞ്ഞു. ചങ്കൂറ്റം ഞാൻ സമ്മതിക്കണം, അതിന് വേറെ ലെവൽ കോൺഫിഡൻസ് വേണം. അതാണ് ആഞ്ച ടോപ്പ് ജി ആണ് മോനെ. ആഞ്ചയുടെ പ്രീമിയർ ലീഗിലെ ടോപ്പ് ജി. ടോപ്പ് ജി പക്ഷെ മിക്കവാറും അടുത്തന്നെ മൂഞ്ചും പോവാൻ ചാൻസ്. അടുത്തത് ഇനി തട്ടാൻ ചാൻസ് ആഞ്ചായിരിക്കും മാനേജേഴ്സ്. പക്ഷെ ആഞ്ചനെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആഞ്ചക്ക് പ്ലേയേഴ്സ് ഒക്കെ ആശുപത്രി കയറിയൊക്കെ അല്ലേ. സോണാണെങ്കിൽ പഴയ ഇതൊന്നുമില്ല, ഫോമില്ല. പിന്നെ വേറെ ആരുമില്ല. റിച്ചാർലിസൺ ഒക്കെ ഇപ്പോഴേ തിരിച്ചു വന്നുള്ളൂ. വർണർ പിന്നെ വർണറാണ്. എടാ അവരുടെ മെയിൻ 2 സെന്റർ ബാക്കും ഇല്ല, ഗോൾ കീപ്പർ ഇല്ല. പക്ഷെ ആ പുതിയ ചെക്കൻ കൊള്ളാട്ടോ. അവരൊരു ഗോൾ കീപ്പറിനെ കൊണ്ടുവന്നു, ശ്രദ്ധിച്ചോ നിങ്ങൾ? കിങ്സ്കി നല്ല ഗോൾ കീപ്പർ. ചെക്കൻ കൺസീഡ് ഒക്കെ ചെയ്തിരുന്നു, പക്ഷെ ഹി ഓൾസോ ഡിഡ് ഗുഡ് സേവ്സ്. കൊള്ളാം. മറ്റവനേക്കാളും കൊള്ളാം. എന്താ ഫോസ്റ്ററും ഇവരെയൊക്കെ കാളും നല്ല ഗോൾ കീപ്പറാണ്. വിക്കാരിയോനേക്കാളും എനിക്ക് തോന്നുന്നത് ഈ ചെക്കനാണ് നല്ല ഗോൾ കീപ്പർ. വിക്കാരി അവർ ഈ സീസണിൽ കൊടുന്നു തന്നെയല്ലേ സ്റ്റാർട്ടിങ്ങിൽ? വിക്കാരിക്ക് ഇഞ്ചറി ആണോ ഇപ്പോൾ? പക്ഷെ വിക്കാരി എനിക്ക് നല്ലൊരു ഡീസന്റ് ഗോൾ കീപ്പർ ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ഹീസ് നോട്ട് കോൺഫിഡൻറ്റ് ഇൻ സെറ്റ് പീസസ്, കോർണേഴ്സ്, ഹെഡർ ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. അതാണ് അവൻ്റെ മെയിൻ ഫ്ലോ. അവന് പിന്നെ ഒരു കമ്പോഷർ ഇല്ല, മനസ്സിലായോ? പ്രസൻസ് ഓഫ് മൈൻഡ്, കമ്പോഷർ ഒക്കെ ഉണ്ടാവില്ലേ? ആലിസൺ ഒക്കെ കണ്ടോ? ഇപ്പോൾ പ്രഷർ മൂമിൽ നല്ല കാമായിരിക്കും കുറച്ച്. ഈവൻ പിക്ഫോർഡ്, ഇവരൊക്കെ ആ ഒരു കാംനെസ് ഇല്ല, അതാ പ്രശ്നം. അല്ലെങ്കിൽ അടിപൊളിയാ, നല്ല സേവ് ഒക്കെ ചെയ്യും. എനിവേസ് അത് കഴിഞ്ഞു. ഇനി എന്താ ടോപ്പിക്ക്? ട്രാൻസ്ഫേഴ്സിനെ പറ്റി സംസാരിക്കണം. പക്ഷെ അതിന് മാത്രം ട്രാൻസ്ഫേഴ്സ് ഒന്നും ജനുവരിയിൽ നടന്നിട്ടില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇത്തവണ ലാലിഗ ആരടിക്കും? ചോദിക്ക് നിന്റെ മറ്റേ ജഗതി ചോദിക്ക് നിന്റെ അമ്മമ്മയുടെ ചോദ്യം. അല്ല, പ്രീമിയർ ലീഗ് ഓക്കെ, നമുക്ക് ഏകദേശം ലാലിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു അടിപൊളി പ്രെഡിക്ഷൻ ചെയ്യട്ടെ. അത്ലറ്റിക്കോ മാഡ്രിഡ്.
അത്ലറ്റിക്കോ എടാ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാടാ അല്ലെങ്കിൽ ഇപ്പൊ എടാ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്തുകൊണ്ട് ആയിക്കൂടാ? അത്ലറ്റിക്കോ മാഡ്രിഡ് കൂലിയാൻ അൽവാരസ് വൺ ഫോം. അത് വേറൊരു എടാ അവന്മാരെയൊക്കെ അറ്റാക്ക് ചെയ്യാനൊന്നും അറിയില്ല. ആകെ ഈ കൊറേ ഡിഫൻഡറിനെയും കയറ്റി വെച്ച് അറ്റാക്ക് ചെയ്യാൻ അറിയാണ്ട് അവർ 2020 അടിച്ചില്ലേ. പിന്നെ ഒരു ഗോൾ അടിക്കും, എന്നിട്ട് ഇവന്മാരെ എല്ലാം അങ്ങോട്ട് കൊണ്ടേ ബോക്സിൽ ഇരുത്തും. എനിക്കത് ചാൻസ് ഉണ്ടെന്ന് ആ കളി തോന്നുന്നു. കളിക്കും. അവരെ എഴുതി തള്ളാനൊന്നും പറ്റൊന്നുമില്ല. ഞാൻ അവിടുത്തെ എടാ മൂന്ന് റിയൽ പേർക്ക് മാഡ്രിഡ് chance ഇമാര് ഉണ്ടെടാ. കളിയെ കളിക്കണിച്ചെങ്കിൽ ഭാവിയിൽ നല്ല പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അത്ലറ്റിക് മാഡ്രിഡിനെ ഞാൻ പോവുള്ളൂ. എടാ ഞങ്ങൾ അല്ലെങ്കിൽ നന്നായിട്ട് അവിടെ കളിക്കുന്നത്, ഈ ഒരു കളി മാത്രമേ മോശമായിട്ടുള്ളൂ. നീ ഞങ്ങളുടെ ബാക്കി കളി നോക്കി. ഇല്ലടാ, ബാക്കി ചില കളികളിലൊക്കെ ഇപ്പത്തെ ലൈക്ക് ബാഴ്സലോണ കളി കഴിഞ്ഞതിന് ശേഷമുള്ള ഓക്കെ, പക്ഷെ അതിന്റെ മുമ്പത്തെ കളിയിൽ ചെറുതായി സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പോടാ, ഞങ്ങൾ പോടാ, ഡിഫൻസിൽ ചില കൺസീഡ് കളികൾ ഒക്കെ ചെയ്യായിരുന്നു, പക്ഷെ ഞങ്ങൾ നന്നായി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ നല്ല അറ്റാക്കാ ഞങ്ങളുടെ സ്കോറൊക്കെ എടുത്തു നോക്ക് കഴിഞ്ഞ ഇപ്പൊ കളികളുടെ. എംബാപ്പെ കുറച്ചുകൂടി നീ പറഞ്ഞ പോലെ എംബാപ്പെ കുറച്ചുകൂടി ഫോം ഫൈൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ മുമ്പത്തെ കളികളിൽ ഇപ്പൊ ആ ലിവർപൂളിനായിട്ട് കളിച്ച ബെല്ലിംഗം അടിച്ച കളികളൊക്കെയോ, ബെല്ലിംഗം ടൈമിൽ സ്കോറിംഗ് ഇപ്പൊ സ്ട്രീക്കിലായിരുന്നല്ലോ ഒരു 10 കളിയായിട്ട് അതിന് മുമ്പ്. ഞാൻ കുറച്ച് കളികൾ പറഞ്ഞുതരാം. ഞാൻ ഉദ്ദേശിച്ച കളികൾ ഏതൊക്കെയാന്ന് എനിക്ക് ലിവർപൂളിനായിട്ടുള്ള കളി, അതുപോലെ തന്നെ അത്ലറ്റിക് ക്ലബിനായിട്ട് തോറ്റു, റയോ വാലക്കാനായിട്ട് 3-3 ഡ്രോ വന്നു, അവസാനം പിടിക്കേണ്ടി വന്നു കളി. അങ്ങനത്തെ കളികളൊക്കെ കാണുമ്പോൾ പക്ഷെ ഞാൻ പറയുന്നത് പെർഫോമൻസ് ആടാ. റിസൾട്ട് പോട്ടെ, ഞങ്ങളുടെ പെർഫോമൻസ് നല്ലായിരുന്നു. ഞങ്ങൾ ലിവർപൂളും ബാർസിലോണയുമായിട്ടാണ് ഏറ്റവും മോശമായി കളിച്ചിരുന്നത്. ബട്ട് അല്ലാത്ത ഞങ്ങളുടെ ലാലിഗയുടെ കളി എടുത്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ നന്നായി കളിച്ചിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഈ ടൈം ഫസ്റ്റായി വരിക? വെറുതെ ഒരു ദിവസം സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഇങ്ങനെ ആവുമോ? എടാ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പറയുന്നത് ഞങ്ങൾ റിയൽ ഞങ്ങള് മാഡ്രിഡ് ഇത് അടിക്കൂല കഴിഞ്ഞ എന്നല്ല. സെൽട്ട വിഗോ ആയിട്ട് കോപ്പ ഡെൽ റേ, ബാർസലോണ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കളിയാ, അത് ഞങ്ങൾ നന്നായി. അതിന് മുമ്പത്തെ കളി സെമി ഫൈനലും ഞങ്ങൾ നന്നായി അറ്റാക്ക് ചെയ്തു. അതിന്റെ മുമ്പത്തെ കളി ഫൈനൽ, അത് പിന്നെ 3-3 4-2. ഞങ്ങൾ ആവറേജ് 3 ഗോൾസ് അടിക്കണ്ടടാ ഓരോ കളി. ഒരു 10 ഗെയിംസ് ആയിട്ടെങ്കിലും അടിക്കണ്ട ഓൺ ആവറേജ്, ലിവർപൂൾ കളി കഴിഞ്ഞതിന് ശേഷം. സോ അവർ അറ്റാക്ക് ഈസ് ഗുഡ്. എനിക്കങ്ങനെ കുറ്റം പറയില്ല. എടാ അറ്റാക്ക് ഗുഡാണ്, ബട്ട് ഐ എം വെറിഡ് അബൌട്ട് യുവർ ഡിഫൻസ് ലൈക്ക് മോർ ദാൻ അറ്റാക്ക്. അതെനിക്കറിയാം. സോ അങ്ങനെ കുറെ ഗ്യാപ്സ് അവിടെ ഉള്ളത് കൊണ്ട് മേ ബി ഇഫ് സം ടീംസ് ക്യാൻ, ഞാൻ പറഞ്ഞില്ലേ ഇത് ലീഗ് ഗെയിംസ് ആണ്, ലീഗ് ഗെയിംസ് എല്ലാപ്പോഴും ഒരേ ലെവലിൽ കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം. ഇപ്പൊ ലിവർപൂളിനെ നോക്കി കഴിഞ്ഞാലും ഇടയ്ക്കൊക്കെ ചാടി ഇടയ്ക്കൊക്കെ താന്ന് അങ്ങനെ പോണ്. ഇപ്പത്തെ ഏറ്റവും ടോപ്പ് ടീം എന്ന് വേണമെങ്കിൽ പറയാം, ലൈക്ക് നല്ല പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ ഓവറോൾ കൺട്രോൾ ആയിട്ട് കളിക്കുന്ന ലിവർപൂളാണ്. അവരെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ചില ടൈമിൽ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ജയിക്കുക, ചില സമയത്ത് തോക്കണ വക്കീൽ വരെ, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നം ഈ ലീഗിനുണ്ട്. സോ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ഓവർ പീരിയഡ് ഓഫ് ടൈം കൊണ്ടുവരാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. സോ ഞാൻ റിയൽ മാഡ്രിഡ് അടിക്കുന്നില്ല ഇല്ല എന്നല്ല പറഞ്ഞത്, എന്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ അത്ലറ്റിക് മാഡ്രിഡ് വിട്ടുകൊടുക്കുകയാണെന്ന് പറഞ്ഞു. അടിക്കാൻ ചാൻസ് ഉണ്ട്, റിയൽ മാഡ്രിഡ് അടിക്കാൻ. എന്തുകൊണ്ട് അടിച്ചുകൂടാ? ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയി പോയി എന്റെ ആൻസർ. അതുകൊണ്ടാണ് ഞാൻ അത്ലറ്റിക് മാഡ്രിഡ് അടിക്കും എന്ന് പറയുന്നത്. നീ കണ്ടറിയാം കോശി, കണ്ടോളൂ. അടുത്തെന്താ ടിൻഡു എന്താ പറയുന്നത്? ബാർസലോണ അടിക്കുന്ന? എടാ 3 പേർക്കും ചാൻസ് ഉണ്ടാ. ഇതിപ്പോ ഞാനിപ്പോ എന്ത് പറയാനാ? ആർക്കെല്ലാം പരിക്ക് വരുന്നതെന്നെല്ലാം നോക്കി അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഇതിപ്പോ ഇപ്പോഴും പറയാൻ പറ്റൂ? 3 പേരും കളിക്കുന്നത് 46, 39, 5 പോയിന്റ്. അത്ലറ്റിക് ക്ലബ് ഉണ്ട് 39. ക്ലബും ബാർസലോണയും ഒരുമിച്ചാണല്ലോ. അത്ലറ്റിക് ക്ലബും ബാർസലോണയും സെയിം ആണ്. ഓ, ബാർസലോണയ്ക്ക് കുഴിയിൽ കയറി വരാൻ കുറച്ച് കഷ്ടപ്പെടും. ജിറോണ താണ് ഈ സീസണില്. ജിറോണ കഴിഞ്ഞ സീസണിലൊക്കെ നല്ല മുകളിലുണ്ടായിരുന്നില്ലേ? ജിറോണ ഈ സീസൺ നേരത്തെ താന്നാണല്ലോ. മറ്റേ സ്ട്രൈക്കറൊക്കെ അത്ലറ്റിക്കോ. സോർലോത്ത് ജിറോണയിലായിരുന്നാ അത്ലറ്റിക്കോ ആദ്യം? സോർലോത്ത് എന്നല്ല എന്റെ പേര്. സോർലോത്ത് സ്ട്രൈക്കർ ഉണ്ടായിരുന്നു ജിറോണയുടെ.
അവൻ അത് അത്ലറ്റിക്കോയിൽ തന്നെ അത് കഴിഞ്ഞ തന്നെ സീസൺ ഉണ്ടായിരുന്നില്ലേ? അവിടെ ടോപ്പ് സ്കോറർ ആയിരുന്നില്ല അവൻ. ഓ കഴിഞ്ഞ സീസൺ അല്ല അത്ലറ്റിക്കോയിൽ, ഈ സീസൺ അവൻ വന്ന്. മീൻസ് കഴിഞ്ഞ കൊല്ലം അതായിരുന്നു ഉദ്ദേശിച്ചത്. ശരി. ഇപ്പൊ 2025 ആയിട്ട് കുറച്ച് ശരി ശരി. ദിവസങ്ങളായിട്ടേ ഉള്ളൂ. ആടാ ഞാൻ ആരും ഫിറ്റാ. അയ്യോ എടാ, സോർലോത്ത് സോർലോത്ത് വേറൊരു സ്ട്രൈക്കർ. സോർലോത്ത് വില്ലാറിയലിന്റെ സ്ട്രൈക്കർ ആയിരുന്നു. ഇവനുണ്ടല്ലേ, ഞാൻ അതല്ല പറഞ്ഞ സോർലോത്ത് എന്റെ ഓർമ്മയിൽ അത്ലറ്റിക്കോ അല്ലായിരുന്നല്ലോ അവൻ. ഇപ്പൊ നീ ഫിറ്റാ. ജിറോണയിൽ ഉണ്ടായിരുന്നു ഡോബിക് ആർടെം ഡോബിക്. ഞാൻ വിചാരിച്ചു സോർലോത്ത് എപ്പോഴും അത്ലറ്റിക്കോ വെട്ടറിലല്ലേ ആയിരുന്നല്ലോ. പക്ഷെ ഡോബിക് ട്രാൻസ്ഫർ ആയല്ലോ, അവനും ട്രാൻസ്ഫർ ആയി. അതാണ് ഞാൻ പറയാൻ വന്നത്. ആ റോമയിലാണല്ലേ? എവിടെയാണ് അവൻ? ടോപ്പിക്. പിന്നെ ക്വരഷ്കേല അങ്ങ് പോയല്ലോ PSG-ലേക്ക്. എടാ ട്രാൻസ്ഫർ നിക്ക് അതിന് മുമ്പ് ഏതൊക്കെയോ ടോപ്പിക് ഉണ്ടല്ലോ ഇല്ലേ? ട്രാൻസ്ഫർ തന്നെ പറയാന്നല്ലോ പറഞ്ഞത്. വെസ്റ്റ് ഹാമിന്റെ മാനേജർ ട്രാൻസ്ഫർ അത്രേ ഉള്ളൂ. ഓക്കെ. മറ്റുള്ള പ്ലേയേഴ്സ് ഒന്നും പിന്നെ മറ്റുള്ള സിറ്റിയിൽ 3 ഇതൊന്നും ട്രാൻസ്ഫർ ചെയ്തല്ലോ. അധികം ഡിസ്കസ് ചെയ്യാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്നാ മാനേജറിലേക്ക് പോവാം. വെസ്റ്റ് ഹാം എവർട്ടൺ രണ്ടുപേർക്കും പുതിയ മാനേജേഴ്സ് ആണ്. ഗ്രഹാം പോട്ടർ വന്നു, അതേപോലെ ഡേവിഡ് മോയസ് ഈസ് ബാക്ക് ടു ഹിസ് ഓൾഡ് ക്ലബ്. എന്നുവെച്ചാൽ ഐ തിങ്ക് ഡേവിഡ് മോയസ് കഴിഞ്ഞാണ് എവർട്ടൺ മാനേജ് ചെയ്യുമ്പോൾ ആർട്ടറ്റ എവർട്ടൺ പ്ലെയർ ആയിരുന്നു തോന്നുന്നു. അത്രയും കാലായി. ഒരു കളി ജയിക്കും ചെയ്തല്ലോ. 4-0 അല്ലേ? 4-0 4-1 ആരായിട്ടായിരുന്നു? എവർട്ടൺ സ്പർസ് അല്ലേ? ടോട്ടനം അടിച്ച് പപ്പടാക്കിയവന്മാര്. അത് ഫസ്റ്റ് ഹാഫ് തന്നെ 4. ഞാൻ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ അടിച്ച് പപ്പരാക്കോന്ന് വിചാരിച്ചു. അല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഐ തിങ്ക് ഷോണ്ടൈഷിന്റെ അത്ര ഒരു ബോറിംഗ് ആയിരിക്കില്ല. ജനറലി ഡേവിഡ് മോയിസ് പ്ലേസ് എ മോർ ഇൻട്രസ്റ്റിംഗ് ഫുട്ബോൾ. സോ കുറച്ചും കൂടെ അറ്റാക്കിംഗ് ആയിരിക്കും ജനറലി. സിറ്റിക്ക് അടിപൊളി 3 ട്രാൻസ്ഫേഴ്സ്, നല്ല കുട്ടപ്പന്മാരായ ട്രാൻസ്ഫേഴ്സ് ആണ്. ഒരു കുട്ടപ്പൻ ഒമർ മർമുഷ് ഫ്രം ഫ്രാങ്ക്ഫർട്ട്. അതും പെർഫെക്റ്റ് ജൂലിയൻ ആൽവറസ് റീപ്ലേസ്മെന്റ്. പക്ഷെ ജൂലിയൻ ആൽവറസിനെ എന്തിനു വിട്ടു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവൻ എന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണോ അതോ നെക്സ്റ്റ് സമ്മറിലാണോ? സൈൻ ചെയ്തു. എത്ര മില്യൺ? ഡീൽ ക്ലോസ് 50 അല്ലേ? 50 നല്ല ഡീലായിരുന്നു ആക്ച്വലി. 59 അങ്ങനെ എന്തോ. ബട്ട് ഹൗ വിൽ ഹി ഡു ഇൻ പ്രീമിയർ ലീഗ്? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ എല്ലാവർക്കും വന്ന് കേറി ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലീഗൊന്നുമല്ല. ഒരു സാല കളി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ഈജിപ്ഷ്യൻ കണക്ഷൻ. ഒമർ മർമൂഷ് പ്ലെയർ അടിപൊളി പ്ലെയർ ആണ്, അതിൽ സംശയമില്ല. ബട്ട് പെപ്പിനെ അറിയാലോ, പെപ്പിന്റെ ടീമിൽ വരുമ്പോ ഒരു പ്ലെയർ എങ്ങനെയാവുക? അതിപ്പോ ഗ്രീലിഷ് തന്നെ കണ്ടില്ലേ, നല്ല എക്സാമ്പിൾ ആണ്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അവൻ ഫിറ്റ് ആവും? നല്ല ഫിറ്റ് ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം ആൽവറസ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു സിമിലർ സെക്കൻഡ് സ്ട്രൈക്കർ പൊസിഷനാണ് ഇവന്റെ മെയിൻ പൊസിഷൻ. ആൽവറസ് സിറ്റിയിൽ അത്ര അടിപൊളിയായിരുന്നു. പിന്നെ ഹാളൻഡ് ഭയങ്കരമായിട്ട് ഫോം ഔട്ട് ആവുമ്പോ ചങ്ങായിരുന്നല്ലോ. ആ നിഗമനത്തിന് പ്ലേ ടൈം കിട്ടാത്തതായിരുന്നു പ്രശ്നം ആക്ച്വലി. എനിക്ക് അവൻ അങ്ങനെ ഷൈൻ ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. കളിച്ച മാച്ച് ഷൈനിയോടാ, അങ്ങനത്തെ പ്ലെയർ ആയിരുന്നു അവൻ സിറ്റിയില്. സെക്കൻഡ് സ്ട്രൈക്ക് ഇൻഫാക്ട് ഹാളൻഡ് കളിക്കുമ്പോഴായാലും ആ ഒരു സ്പേസ് ഡ്രോ ചെയ്ത് ഹാളൻഡിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ സ്റ്റാറ്റ്സിൽ കാണാത്ത ഇതുണ്ടാവില്ലേ റൺസ്. ആക്ച്വലി ഗൈസ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഡീൽ ഇസ് 75 million പ്ലസ് 5 million ഇൻ ബോണസ്. 60 അല്ല നിന്ന് 60 ഐ തിങ്ക് അവന്റെ വാല്യൂ. ഡോളേഴ്സിലാണോ? ഹി വിൽ ഏൺ ഡോളേഴ്സിലാണോ പൗണ്ടിലാണോ അതോ യൂറോയിലാണോ? 75 million euros ആണ്. നല്ല കാശ് പൊട്ടിച്ചിട്ട്. ആൻഡ്
ആൻഡ് വേറെ 2 ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ട്. ഡിഫെൻസീവ് ട്രാൻസ്ഫർ അതായിരുന്നു ഇമ്പോർട്ടന്റ് ആക്ച്വലി, വിച്ച് വാസ് വിക്ടർ റീസ് ഫ്രം പോർച്ചുഗൽ ആൻഡ് ദിസ് ഗായ് അബ്ദുള്ള അല്ലേ? അബ്ദുൽ അങ്ങനെന്തോ. ഉസ്ബെക്കിസ്ഥാൻ യങ്സ്റ്റർ ഖുസനോവ് എന്നാണ് അവന്റെ പേര്. അബ്ദുൽ ഹുസനോ അല്ലേ? അങ്ങനെ എന്തൊക്കെയാണ്. ഞാൻ പേര് കേട്ടപ്പോ അബ്ദുൾ പോലെ എന്തോ സാധനം കണ്ടു. അപ്പൊ പിന്നെ അബ്ദുൾ എന്ന് വിളിക്കാൻ വിചാരിച്ചു. അബ്ദു കോദിർ ഖുസനോവ്. അത് തന്നെ എന്റെ മോനെ. അബ്ദു കോദിർ ഖുസനോവ് അതാണ്. ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണ ചുള്ളന്മാര്. 210 മില്യൺ അല്ലേ ടോട്ടല് സ്പെൻഡ് ചെയ്ത് ഇവര് ജനുവരി ട്രാൻസ്ഫർ. 3 ട്രാൻസ്ഫേഴ്സ്. So that means Kovacic will continue to play Rodri's position and അതില് പെപ്പിന് വിശ്വാസം ഉണ്ടെന്നാ പറയുന്നത് അല്ലേ? ഇൻഡയറക്ട്ലി ദാറ്റ്സ് വാട്ട് ഹി മീൻസ്. അല്ലെങ്കിൽ അവർക്ക് സിസ്റ്റം മാറ്റേണ്ടി വരും. സെക്കൻഡ് സ്ട്രൈക്കറിനെ വെച്ചാൽ കുഷ്നോവ് എന്നത് ലെൻസിന്റെ അല്ല പ്ലെയർ ആയെന്ന് തോന്നുന്നു. അതെ, മഞ്ഞ ജേഴ്സി. ശരിയാ. ഞാൻ വിചാരിച്ച അവര് സുബമെന്റിനെ സൈൻ ചെയ്യുന്നു ഈ സീസണില്, ഈ ട്രാൻസ്ഫർ വിൻഡോയില്. But what do you guys think actually? Like, എന്തായാലും അടുത്ത സീസൺ ഞങ്ങൾ സൈൻ ചെയ്തോളാം. എടാ നിങ്ങൾക്ക് ഗ്രാവൻബർഗ് ഇല്ലേ? ഒരേപോലത്തെ പ്ലെയർ അല്ലേ? ഇവനെ സൈൻ ചെയ്ത് എന്ത് ഗ്രാവൻബർഗ് ഉണ്ടെന്ന് പറഞ്ഞ സുബമെന്റിക്ക് കുറച്ച് ഒരു ഡെപ്ത് ഉണ്ടാവണ്ട അവിടെ. ബാക്കിയുള്ളത് എൻഡോ ആണ്. അങ്ങനെ ബെഞ്ചിലിരുത്താൻ വേണ്ടി ഒന്നും ഞങ്ങളുടെ ചെക്കനെ എടുക്കണ്ട ട്ടാ. അവൻ സ്പെയിനിൽ കളിച്ചു. ബെഞ്ചിലൊന്നും ഇരുത്തൂല. ഗ്രാവൻബർഗിന് വേണമെങ്കിൽ കുറച്ച് കേറിയും കളിക്കാം. ഗ്രാവൻബർഗ് കേറി കളിച്ചാൽ പൊളിയാ. അവന്റെ ടേണൊക്കെ കാണാൻ മോനെ ഗ്രാവൻബർഗ്. എടാ നമുക്ക് ഗ്രാവൻബർഗിനെ പറ്റി സംസാരിച്ചാലോ? സംസാരിക്കാലോ? ഇവൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. വേറെന്താ ട്രാൻസ്ഫേഴ്സ് ഉള്ളത്? വേറെ കൊറേ ഉണ്ട്. അതന്നെ മൂപ്പർ PSG പോയി. പോയി. പണ്ടത്തെ ഒരു ഇതൊന്നും ഇല്ല. ശേഷം പിന്നെ അവന് മാനേജറായി കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. സോ നാപ്പോളിയിൽ അവന് എന്തൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. കോണ്ടെ വരുന്നതിന് മുമ്പ് മറ്റേ അയ്യോ അതിന് മുമ്പുള്ളവന്റെ പേരെന്താ ഓർമ്മ ഉണ്ടോ? ഈ ടൈറ്റിൽ അടിച്ചത് സ്പാലറ്റി. അത് കഴിഞ്ഞ് ഒരുത്തം വന്നു, അവന് പേര് കിട്ടുന്നില്ല. ബട്ട് അവനായി കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ ഇവൻച്വലി അവന്റെ ഫോമും പോയി, ഇഞ്ചുറി ഒക്കെ വന്നു. സോ ഐ തിങ്ക് അങ്ങനെ പ്രശ്നമായിട്ടാണ്. അല്ല മസാരി വോൾട്ടർ മസാരി വന്നു. പിന്നെ വേറൊരുത്തനും കൂടെ വന്നു. അവര് രണ്ടുപേരായിട്ട് ഇവന് ശരിയായില്ല. ആൻഡ് ഫൈനലി ഹി ഹാഡ് ടു മേക്ക് എ മൂവ് എന്നാണ് ഞാൻ കേട്ടത്. എനിവേസ് ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് എ ഗുഡ് മൂവ്. കാരണം അവന് കുറച്ച് ഫോം റീഗെയിൻ ചെയ്യണം. അത്ര ഒരു വലിയ കോമ്പറ്റീറ്റീവ് ലീഗ് അല്ല. അത്യാവശ്യം ഗോളും അസിസ്റ്റ് ഒക്കെ നല്ല അത്യാവശ്യം അവന്റെ ഒരു സ്കിൽ സെറ്റിനൊക്കെ പറ്റിയ ഒരു ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. ഇപ്പൊ ഈ വിക്ടർ ഓസിമൻ പോയ പോലെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഒന്ന് റീഗെയിൻ ചെയ്ത് വേണമെങ്കിൽ അവന് പിന്നെ PSG പോയ ആരും പിന്നെ അങ്ങനെ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്ത് വേറെ ഏതെങ്കിലും ടീമിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. PSG പോയി കഴിഞ്ഞാൽ ലൈഫ് സെറ്റാ. പാരീസ് പോലത്തെ ഒരു നഗരം, അവിടെ കൈ നിറയെ കാശ്, പിന്നെന്ത് വേണം? 8 വർഷം കോൺട്രാക്ട് വേണോ? പിടിച്ചോ. 10 വർഷം കോൺട്രാക്ട് വേണോ? പിടിച്ചോ. അങ്ങനെ പറഞ്ഞ നിൽക്കും. പിന്നെ നെയ്മറിന് ഇപ്പൊ എന്തായി? അതും ശരിയാണ്. നെയ്മർ എന്ന് പറഞ്ഞപ്പോഴാ, നെയ്മർ സാന്റോസിക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ഒരു സംഭവം ഡേവിഡ് ഓൺസ്റ്റീൻ സ്ട്രോങ് ആയി പറയുന്ന നെയ്മറിന് ഓൾറെഡി ഐ തിങ്ക് അഗ്രിമെന്റിലാണ് സാന്റോസ് ആയിട്ട്. ഹീസ് വില്ലിംഗ് ടു കം ബാക്ക് എന്നാണ് പറഞ്ഞു. കാരണം എന്താ വെച്ചാ ഇവരെന്ത് ചെയ്തു വെച്ചാ മറ്റേ അൽ ഹിലാൽ അല്ലേ,
അൽ ഹിലാൽ. അങ്ങനെ ഒരു വലാല് അവര് ടെർമിനേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ സീസണോടെ അവന്റെ കോൺട്രാക്ട് തീരും. ഏ ആ എന്നാ അവര് കളിക്കണ്ടേ, confirm നല്ല ചെയ്തു. കോൺട്രാക്ട് കൊണ്ട് കാര്യമുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നമുക്ക് നെയ്മറിനെ അടുത്ത സ്റ്റേഡിയത്തിൽ പോയി കാണാനില്ലേ? ഒരാണത്ത് പോയിന്റ് ക്ഷീണം മാറിയിട്ടില്ല. നമുക്ക് മെസ്സിനെ കാണാൻ പോണ്ടാ. ഒക്ടോബർ 27 ടിക്കറ്റ് എടുക്കണ്ടേ? ഇവൻ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു? അവൻ ഒരു നെയ്മറിന്റെ കാര്യം ഒന്ന് talking പറഞ്ഞ് തീർക്കട്ടെ. നീ പറ. ആ അപ്പൊ റൂമർ ഉണ്ട് സാന്റോസിക്ക് തിരിച്ചു വരാന്ന്, അവന്റെ ബോയ്ഹുഡ് ക്ലബ്. നെയ്മർ അല്ലേ, റൂമർ ആണോ? എടാ പക്ഷെ ഡേവിഡ് ഓൺസ്റ്റീൻ അങ്ങനെ പറയണെങ്കിലോ? Then what else? എന്തായാലും വേറെ ഏതൊക്കെ ഇനിയിപ്പോ transfers? അവനൊരു മെയിൻ സ്ട്രീം പിക്ചറിലില്ല. ഇനി അവൻ എവിടെ പോയാലും ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. സലയും പോന്നൊക്കെ കേട്ടടാ അറബിയില്. തല പോട്ടറാ, ഇനി കുറച്ച് കാശുണ്ടാക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യും? സല പോയിക്കോളും. ഞങ്ങളുടെ വേറെ സാധനം ഉണ്ട്, മോ കുഡൂസ്. ആര്? കുഡൂസാ? മോ കുഡൂസ്. അതിന് കുഡൂസ് ആടെ കളിക്കുന്നില്ലേ? കുഡൂസ് വെസ്റ്റ് ഹാമിൽ കളിക്കുന്നുണ്ട്. അവനെ ഞങ്ങൾ പോകുന്നു, നോയിക്കുന്നി. ഇവരൊരു പ്ലെയറിനെയൊക്കെ അന്വേഷിച്ച് ട്രാൻസ്ഫർ ഒക്കെ ആയി വരുമ്പോഴേക്ക് തന്നെ 2 സീസൺ കഴിയും. അന്വേഷിച്ച് നമ്പറൊക്കെ എഴുതി ടേബിള് വരച്ച് പിന്നെ 4 പേര് അനലൈസ് ചെയ്ത് അപ്പോഴേക്ക് യുണൈറ്റഡ് വരുമ്പോഴത്തേക്കും മാൻ സിറ്റി കൊണ്ടുപോയിണ്ടാവും. മാൻ സിറ്റി ഒറ്റ മൈൻഡ്. അവന്മാരൊരു മീറ്റിംഗ് പിടിച്ചോ കാശ് കോൺട്രാക്ടൊക്കെ ബിഡ് എഴുതാ, നീ ഇങ്ങോട്ട് വാ. ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞിരിക്കണ്, നമ്പറൊന്നും വേണ്ടത്. എന്തായാലും സ്ഥലം പോയാ വലിയ അടിയായിരിക്കുന്ന എനിക്ക് തോന്നുന്നു. അത് പിന്നെ നീ മര്യാദയ്ക്ക് പറഞ്ഞു, ഞാൻ അറിയാം. മര്യാദയ്ക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാവോ പാവം. എടാ അവർക്ക് അവന്റെ ഏജ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏജ് ഇഷ്യൂ ഇല്ലാത്ത ലോകത്താകെ കുറച്ച് പ്ലേയേഴ്സേ ഉള്ളൂ കയ്യിലുണ്ടാവുന്നു, അതിലൊന്ന് മുഹമ്മദ് സാലയാ. എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് നിന്റെ ചേതോ വികാരം മനസ്സിലാവും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു എത്ര കാശ് വേണമെങ്കിലും കൊടുത്തോ, 2 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ. 2 വർഷം വരെ കൂടി പറ്റില്ല. ഇപ്പൊ 32 പക്ഷെ ഇവര് 34. ഭയങ്കര സ്ട്രിക്റ്റ് ആടാ. ഇവര് FSG ഭയങ്കര ആ വേജ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ അവർക്ക് ഭയങ്കര മടിയാ. അപ്പൊ അവന് 2 വർഷമേ കോൺട്രാക്ട് കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ അവന് ഒടുക്കത്തെ വേജ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? സോ അതുകൊണ്ടാണ് തോന്നുന്നു വെച്ച് കൊടുക്കുന്നു ഇപ്പൊ. പിന്നെന്താ അവന് വേജ് കൂട്ടിയാല് ആക്കെ തെണ്ടിത്തരാ സത്യം പറഞ്ഞു. സ്ഥല ഉള്ളോണ്ട് തന്നെയാണ്. അതിനോട് 100% ഞാൻ യോജിക്കുന്നു. വെർജില് പിന്നെ ഓക്കെ, വെർജിൽ അല്ലെങ്കിൽ വേറൊരു നല്ല സെന്റർ ബാക്ക്. ഏയ് എന്തുകൊണ്ടാ നീ chance പറയുന്നത്? ഉണ്ട്. വെർജിലിനെ പോലത്തെ സെന്റർ ബാക്ക് കിട്ടില്ല. എനിക്ക് ആര് പോയാലും വെർജിൽ വാൻഡേക്ക് അവിടെ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നോടൊരു പേര് പറയുന്നില്ല. അങ്ങനെയാണ്. നീ പറ. ബാസ്റ്റോണി അല്ലേ? ബസ്റ്റോണി. ആ തോന്നി. ആ. നിന്റെ കാള വാല് വെക്കും അറിയാ. ബസ്റ്റോണിക്ക് എന്താ കുറവ്? ബാസ്റ്റോണി പൊളിയല്ലേ? എടാ ബസ്റ്റോണിയും വേണം വാൻഡേക്കും വേണം. അപ്പൊ കോടത്ത് ബസ്റ്റോണി വരട്ടെ, എന്നിട്ട് പഠിക്കട്ടെ എങ്ങനെയാണ് വാൻഡേക്കിന്റെ പഠിക്കട്ടെ അവൻ. ബസ്റ്റോണി ലെഫ്റ്റ് ഫുട്ടാ, വാൻഡേക്ക് ആണെങ്കിൽ എപ്പോഴും ലെഫ്റ്റ് സെന്റർ ബാക്ക് കളിക്കുള്ളൂ. അപ്പൊ ആരെ കളിപ്പിക്കും? എടാ കൊനാറ്റക്ക് ഇഞ്ചറി പ്രോബ്ലം ഉണ്ട്. നോക്കാം. ഗോമസിനെയും ക്വാൻസിനെയും എപ്പോഴും വേറെ റിലേ ഏതാ ചെയ്യാൻ ട്രാൻസ്ഫർ? പറ്റില്ല. വേറെ അപ്പൊ ഞങ്ങക്ക് അവിടെ ഒരാള് വേണം. അതൊക്കെ വെച്ച് കളിച്ചാ മതി. ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്ട്രെങ്തൻ ചെയ്യാനുള്ളത് റൈറ്റ് വിങ്, ഫോർവേഡ് പൊസിഷൻ, ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ. ഇതിനിടയിൽ മറ്റേ ഒരു റൂമർ ഉണ്ടായിരുന്നല്ലോ, അർണോൾഡിനെ നിങ്ങൾ വലിക്കുന്നില്ലേ? മതിയായി നിങ്ങൾക്ക്? ആ അർണോൾഡ് ടു റിയൽ മാഡ്രിഡ്, അത് ഭയങ്കര റൂമറാ. അത് ഡീലൊക്കെ അഗ്രി ആയെന്നൊക്കെ പറയുന്നത് ചിലര്. പക്ഷെ അർണോൾഡിന് പോണ്ടെന്ന് പറഞ്ഞല്ലോ. അവന് ലിവർപൂളിൽ അങ്ങനെ ഒരു നിൽക്കണം. സംഭവം ഇതെപ്പോ നടന്നു? ഞാൻ കണ്ട കൂടുതൽ റീസെന്റ് റൂമറും ട്രെൻഡിന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണെന്നാണ്. ആ ഞാൻ കണ്ടത് നേരെ ഓപ്പോസിറ്റാ മോനെ. ഞാൻ കണ്ടതൊക്കെ പറയണത് ഓൾമോസ്റ്റ് ഡീൽ അഗ്രി ആയി. ജനുവരിയിൽ വരണോ സമ്മറിൽ വരണോ എന്ന് മാത്രമേ തീരുമാനിക്കാവുള്ളൂ എന്ന് പറയണേ. ഇന്ന് വരണ, ഇന്ന് നാളെ അടുത്ത വെള്ളിയാഴ്ച ആവട്ടെ എന്ന് പറഞ്ഞു.
പിന്നെ ഹാളന്റെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തല്ലോ 9.5 years സിറ്റി. ലോങ്സ്റ്റ് സിറ്റി കോൺട്രാക്ട്. അതൊക്കെ അതൊക്കെ അറിയില്ല. അവരാതെ കോൺട്രാക്റ്റിലാണ്. ആരടാ 10 വർഷമൊക്കെ അവിടെ ഇരിക്കുന്നു. ആ അതാണ് അതും ശരിക്കും സിറ്റിയിൽ. ക്ലബ് യുണൈറ്റഡ് ആണെങ്കിൽ പിന്നെയും ഓക്കെ എന്ന് പറയാം. യുണൈറ്റഡിൽ ഇരുത്തുന്ന ഒരുത്തനാ ഇപ്പഴാ അവൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നാട് വിടാൻ നോക്കണേ. ആ പിന്നെ അതറിഞ്ഞോ? ആന്റണീന്റെ അറിയോ റയൽ ബെറ്റീസിലേക്ക് പോകുന്നുണ്ട് ആന്റണി. കണ്ടായിരുന്നു. അത് ലോണാണ്. അയ്യോ എടാ, മോനെ ഞങ്ങളിനി പേടിച്ച മോനെ, സൂക്ഷിക്കണം. റയൽ മെഡ്രിഡൊക്കെ സൂക്ഷിച്ചോ. എടാ, റയൽ ആന്റണി ബെറ്റീസ് ഇനി കളിയുണ്ടോ? റയൽ നിങ്ങക്ക് ബെറ്റീസ് ആന്റണീന്റെ അടുത്ത് നിന്നൊക്കെ കൊട്ട് മേടിച്ചാ മോനെ അതിലും വലിയ നാണക്കെട്. ഈശ്വരാ. ഓ, കളിയുണ്ട് സുഭാഷ്. ഫിയറിക്കോ മോനെ. ആന്റണിക്ക് അത് സാധനമുണ്ട്, അവരുടെ ആന്റണിയുടെ ലോക്കിലാ. കയ്യില് സാധനമുണ്ട്. പക്ഷെ ആന്റണി കളിക്കോ ഇല്ലെന്ന് അറിയണ്ട്. ആ അതാണ്, അവന്റെ കയ്യില് സാധനമുണ്ട്. അവന് യുണൈറ്റഡില് കളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ്. അല്ല, റാഷ്ഫോർഡ് അത് നമ്മൾ റാഷ്ഫോർഡ് എവിടെയാണ്? വലിയൊരു ആദ്യം ഒരു ബാർസലോണ റൂമർ ഉണ്ടായിരുന്നു, അത് പിന്നെ പോയി ഇപ്പോ വേറെ റാഷ്ഫോർഡ് പറയുന്ന അവൻ ആഗ്രഹം ബാർസിലോണയെ പോവാനാണെന്നാണ്. ആൻഡ് AC മിലാൻ വലിഞ്ഞു. AC മിലാൻ I ആദ്യം think ഇപ്പൊ less ജാവ likely ഫെലിക്സിന്റെ ആണ്. പിന്നാലെ ഇപ്പൊ ജാവ ഫെലിക്സിന്റെ പിന്നാലെന്ന് കേട്ടു AC മിലാൻ. അതെ, ഓ, അപ്പൊ നല്ലൊരു match ബാർസിലോണ ആയിരിക്കും കേട്ടോ. വലിയ ഫേവറേറ്റ് ആണ്. അതിന് ബാർസലോണക്ക് എന്തിനാണ് ഇപ്പോ റാഷ്ഫോർഡ്? പക്ഷെ ബാർസലോണയ്ക്ക് എന്തിനാണ് അവനെ? അവിടെ റഫീനെ കളിക്കുന്നുണ്ടല്ലോ, നല്ല കിണ്ണം കാച്ചി സ്വയം പെനാറ്റി. പിന്നെ അവർക്കൊരു അൻസു ഫട്ടി ഉണ്ടായിരുന്നു, അതുപോലെ ആവും ഇനി റാഷ്ഫോർഡ്. അൻസു ഫട്ടി പോട്ട് ചെട്ടിയായി. അൻസു ഫാട്ടിനെ തട്ടിയല്ലോ? തട്ടിയോ അതോ തട്ടിയിട്ടില്ലേ? ബ്രൈറ്റണില് ലോണിലായിരുന്നില്ലേ ഇത്രയും ഇടക്ക്? ഇപ്പൊ എന്നിട്ട് തിരിച്ചൊന്നും ഇപ്പൊ തട്ടിയോ ഇല്ലെന്ന് അറിയില്ല. അതൊക്കെ തിരിച്ചു വന്നു. പക്ഷെ എന്തായാലും നല്ല വേറൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അണ്ടർ റേറ്റഡ് ട്രാൻസ്ഫർ ഇന്ന് നടന്നു പറഞ്ഞ, അതായത് ഇൻസീസോ ഇല്ലേ മറ്റേ ബ്രൈറ്റണത്തെ, അവൻ ഇപ്സ്വിച്ച് പോയി. ലോണല്ലേ? ആണ് തോന്നുന്നു. അതെ, ലോണ്. എൻസിസോ ലോൺ മൂവ് തന്നെ പോവുള്ളൂ എന്റെ ഒരു അഭിപ്രായത്തിൽ. അതെന്റെ അഭിപ്രായത്തിൽ നല്ലൊരു മൂവാണ്. അവൻ നല്ല പ്ലെയർ. അവന് ഒരു ചാൻസ് കിട്ടാത്തതിന്റെ പ്രശ്നം. ആൻഡ് ഇപ്സ്വിച്ച് ഐ തിങ്ക് അടിപൊളിയായിരിക്കും. അവർ ഇവാൻ ഫെർഗൂസൺ ഇപ്പോഴും ആ ടീമിൽ തന്നെ, ബ്രൈറ്റൺ. ഇഞ്ചുറിയാ, ഇഞ്ചുറിയാണ് ടീമിലുണ്ട്. ഓനൊന്ന് നോക്കണം. ഓൻ ഒരു 2 വർഷം കഴിഞ്ഞ ഓൻ ചിലപ്പോ ഒരു വലിയൊരു മൂവ് നടത്താൻ ചാൻസ് ഉണ്ട്. ചാൻസ് കിട്ടണം, അത് കിട്ടിയാ. വേറെ ഐ തിങ്ക് ട്രാൻസ്ഫേഴ്സ് ഒന്നും ഇല്ലല്ലോ ഇപ്രാവശ്യം. സൗദി പ്രോ ലീഗും ഡിമ്മാണല്ലേ? സൗദി അതെ, വലിയ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ബട്ട് ചെൽസി കുറെ പ്ലേയേഴ്സിനെ സെല്ല് ചെയ്യുന്നുണ്ട് ഇത്തവണ. ലൈക്ക് ജെയിംസിനെ കൊടുക്കാൻ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? അല്ലേ? ജെയിംസ് അല്ലടാ, ഞാൻ കേട്ടത് ഇത് സെസറെ കസഡെ, ആ ഒരു മിഡ്ഫീൽഡർ ഇല്ലേ, കേസിഡോ കൈസിഡോ അല്ല, കാസഡെ, സെസറെ. അവർക്കൊരു 45 പ്ലെയർ ഉണ്ട്. ഇവിടുത്തെ അല്ലേ? കേസഡെ ബാർസലോണത്തെ പ്ലെയർ അല്ലേ? അത് ബാർസലോണ അത് വേറെ അല്ലേ? അത് കാസഡോ. ഇവൻ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കും. ഞാൻ എല്ലാ പേരും പഠിച്ചു വെച്ചായിരുന്നു. അതന്നെ അവന്റെ പേര്. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. എടാ, നമ്മള് ഇത് ഡിസ്കസ് ചെയ്യണം വിചാരിച്ചാ അത് വിട്ടുപോയി. വാട്ട് ഡു യു തിങ്ക് ഓഫ് സിറ്റീസ് അപ്രോച്ച്? എന്ന് വെച്ചാൽ സിറ്റിയില് ഒരുപാട് യങ് ടാലൻസ് അവരുടെ അക്കാഡമിയിൽ വളർന്ന ഒരു ക്ലബാണ്. ബട്ട് ദേ കീപ് സെല്ലിങ് ദീസ് ടാലൻസ്. എസ്പെഷ്യലി നമ്മൾ ഈ സിറ്റിയുടെ ഒരു ഡിപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്
ലൈക്ക് ഓൾഡ് വൈ ഏജ് ദേ ആർ പീപ്പിൾസ് ആയിരുന്നു. ഹെസിറ്റന്റ്. ലൈക്ക് ആ ഏജ് അത് കൂടിയ പെപ്പിന്റെ പ്ലേയേഴ്സിനെ തന്നെ മോശമായൊരു കീപ്പ് ആ ചെയ്തു. അവര് പാമർ അതെ വിട്ടു, ലിയാം ഡെലാപ്പ് ഇപ്സ്വിച്ചിന്റെ സ്ട്രൈക്കർ, ലൈക്ക് ആ ആ ടീമിൽ ലിയം നല്ല ഡിലാപ്പ്, പെർഫോം. പാമർ, ആൽവാരസ്, മോർഗൻ റോജേഴ്സ്. ആ ജൂലിയൻ ആൽവറസ് ആൽവാരസ്. അക്കാഡമി അല്ല, അവൻ റിവർ പ്ലേറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ബട്ട് ആൽവറസ് നിങ്ങൾ പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഐ തിങ്ക് ആൽവറസ് തന്നെയാ പറഞ്ഞു തോന്നുന്നു പോണെന്ന്. ഉം. ആൻഡ് ദെൻ അതല്ലാത്ത അക്കാഡമി പ്ലേയേഴ്സ്, മറ്റേ ട്രാവേഴ്സ് പറഞ്ഞ ഗോൾ കീപ്പർ, പെഡർസൺ കളിക്കുന്നില്ല. ലൈക്ക് ഐ തിങ്ക് ഒർട്ടഗേനേക്കാളും ബെറ്റർ ഗോൾ കീപ്പറാണ് ട്രാവേഴ്സ്, ബട്ട് ബേൺലിക്ക് കൊടുത്തു. അങ്ങനെ കുറെ നല്ല അടിപൊളി യങ്സ്റ്റേഴ്സിനെയൊക്കെ അവർ കൊടുക്കുകയാണ്. ആൻഡ് പണ്ടത്തെ ജനറേഷൻ എടുക്കുകയായിരുന്നെങ്കിലും ഫോർ എക്സാമ്പിൾ ജെയ്ഡൻ സാൻചോ ആൻഡ് ദിസ് ഗായ് ഞങ്ങളുടെ ബ്രഹീം കെവിൻ ഡിയാസ്. അല്ല, കെവിൻ അവിടെ അല്ല. കെവിൻ ചെൽസി. ബ്രയൻ ബ്രഹീം ഡിയാസ് സിറ്റി ഡിയാസ് പ്ലെയർ ആയിരുന്നു ആക്ച്വലി. സിറ്റിയിലായിരുന്നു. ബ്രഹീം ഡിയാസും ഈ സാൻചോ ഒക്കെ ഒരുമിച്ച് കളിച്ചായിരുന്നു. ഫിൽഫോർഡനും ബ്രഹീം ഡിയാസും സാൻചോ ഒക്കെ ഒരുമിച്ച് അക്കാഡമിയിൽ കളിച്ചിരുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. സോ ഇവരെയൊക്കെ കളയാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു പെപ്പിന്റെ എനിക്ക് അത് മാത്രം ഇഷ്ടമല്ല. വൈ നോട്ട് എൻകറേജ് ദീസ് യങ് പ്ലേയേഴ്സ് ടു ടേക്ക് ഇറ്റ് അപ്പ്? സോ ആൻഡ് ഐ ഹോപ്പ് സ്ലോട്ട് ഓൾസോ ഡസ് ദാറ്റ്. കാരണം അവർക്ക് നല്ല ക്വാളിറ്റി യങ്സ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് ഹി ഈസ് ഗുഡ് അറ്റ് ദാറ്റ്. ആ ഒരു കാര്യത്തിൽ പക്ഷെ But അവര് അക്കാഡമി ലിവർപൂൾ അങ്ങനെ പോരാ. അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ലൈക്ക് അതിപ്പോ ഓൾറെഡി ക്ലോപ്പ് കൊണ്ടുവന്ന് കളിപ്പിക്കുന്നവരെ കളിപ്പിക്കുന്നല്ലാണ്ട് പുതിയതായിട്ട് ആരും അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഇല്ലടാ, കുറച്ച് എക്സ്പെരിമെന്റ് പേരുണ്ട്. ചെയ്തത് ആയിട്ടുള്ള കളിയിൽ എന്തോ ചങ്ങായി ഒരു എതിർ പ്ലെയർ എന്തോ ഒരു വായ കൊള്ളാത്ത പേരാ, അതുകൊണ്ട് ഞാൻ പറയണില്ല. അങ്ങനത്തെ ഒരു പേര് വന്നിട്ട് കളിച്ചു. അതുപോലെ തന്നെ പ്രീ സീസണില് ട്രോയിന്യോനി എന്ന് പറഞ്ഞ ഒരു പ്ലെയർ, അവന് നന്നായിട്ട് കളിച്ചിട്ടായിരുന്നു. പക്ഷെ നമ്മുടെ ലൈക്ക് യൂത്ത് അക്കാഡമി അത്ര പോരാ ലിവർപൂളിന്റെ. പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് ചെൽസിയുടെ ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മേ ബി സിറ്റി ഒക്കെ ഉണ്ടാവും ഇപ്പോ. സിറ്റിയുടെ അടിപൊളിയാ. സിറ്റിയുടെ നല്ല അക്കാഡമി ആക്ച്വലി. അവരുടെ ഇനി വരാൻ പോണ ഇപ്പോൾ ഇന്നാള് മക്കറ്റി അവൻ പ്രീമിയർ ലീഗിലും കഴിഞ്ഞ മാച്ച് അവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കി ഗോൾ അടിച്ചു ഇപ്സ്വിച്ചിന്. അതിന് മുമ്പത്തെ അതിൽ അവൻ ഹാട്രിക് അടിച്ചു കപ്പ് ഗെയിമിൽ. സോ അങ്ങനെ ചെറുപ്പക്കാരെയൊക്കെ കളിപ്പിക്കണം. എല്ലാ തവണയും 200 മില്യൺ 100 മില്യൺ പൊട്ടിച്ച്. കുറച്ച് റിസ്ക് ഒക്കെ എടുക്കുമല്ലോ. അതാണ് ഞാൻ ആക്ച്വലി ഹാളൻഡിന് 9.5 years കോൺട്രാക്ട് ഒക്കെ കൊടുക്കുന്നതിന് അത് അത്രയും ലോങ് ആയിട്ടൊക്കെ ഹാളൻഡ് കളിക്കുവോ? അത് പക്ഷെ അവര് പ്രോഫിറ്റ് നോക്കിയായിരിക്കും. കാരണം എന്തായാലും ഹാളൻഡ് അതിന് മുമ്പ് പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നല്ല ഫീ കിട്ടുമല്ലോ. അതൊക്കെ ആയിരിക്കും. എന്തായാലും എന്റെ ഫേവറേറ്റ് പ്ലെയർ ഹലാലൻഡിയാണ്. അത്രല്ലേ ഉള്ളൂ ഈ സീസണില്, അല്ല ഈ എപ്പിസോഡില്. മെസ്സിന്റെ വരുന്നുണ്ട് ഒക്ടോബർ. ടിക്കറ്റ് എടുക്കണ്ടേ? ഇനി അതൊക്കെ അവസാനം ടിക്കറ്റ് എടുത്ത് എല്ലാം സെറ്റ് ആയിട്ട് 2 ദിവസം മുമ്പ് പറയും മെസ്സിക്ക് പരിക്കാണ് മക്കളെ. അപ്പൊ നെയ്മറെ കാണാൻ പോയപ്പോ പോലെ പട്ടിക്കുട്ടിക്ക് എന്തൊക്കെ പോയ പോലെ ആയല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചു വരേണ്ടി വരും. മെസ്സി ഒരാഴ്ച കേരളത്തിലുണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് ഒരാഴ്ച കേരളത്തിൽ ഈ മെസ്സിന്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നിക്കാം. ഒരാഴ്ച ആശുപത്രിയിലാവുമ്പോ എഴുതായിരുന്നാ മതിയായിരുന്നു. മെസ്സിന്റെ അടുത്ത് അത് ഒരാഴ്ച. എടാ അതൊക്കെ വെറുതെ തട്ടിവിടണ ആരെങ്കിലും. ഏത് രാഷ്ട്രീയക്കാരനാടാ പറഞ്ഞു? സത്യം പറയാ, ഏതോ മിനിസ്റ്ററോ അങ്ങനെ സ്പോർട്സ് മിനിസ്റ്റർ ആണോ പറഞ്ഞത്? അപ്പൊ പിന്നെ എന്തായാലും കള്ളായിരിക്കും. ഒരാഴ്ച ഇവിടെ വന്ന് നിക്കാൻ എന്താ പ്രാന്താ? ഒരാഴ്ച ഉണ്ടാവോ? അതിപ്പോ പറഞ്ഞ അറിവുള്ളൂ. 25-ാം തീയതി എന്തായാലും കളിക്കാൻ വരുന്നുണ്ട്. കളിക്കാൻ വരുമായിരിക്കും. ഞാൻ ഒരാഴ്ചയൊന്നും എനിക്ക് കൊണ്ടില്ല നിൽക്കുന്നു. എന്തിന് നോക്കാം, കണ്ടറിയാം. എടാ ഇനി സോഷ്യലായിട്ട് ഞാൻ ഒരു ടോപ്പിക്ക് ചോദിക്കട്ടെ. ഇത്രയും കോടി, എത്ര 100 കോടിയാ എത്രയെങ്ങാണ്ട് മുടക്കി, എത്ര 400 കോടിയാ എത്ര എത്രയോ കോടി അതൊക്കെ മുടക്കിയിട്ട് ഇവരെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ കളിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അത് നമ്മുടെ നാടിന്റെ പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചൂടെ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? എടാ ഇതൊക്കെ നടന്നു കഴിഞ്ഞാലേ കേരളത്തില്, ഇൻഫാക്ട് ഇന്ത്യയിലേക്കെങ്കിലും കുറച്ചൊക്കെ ഫുട്ബോളിനെ കുറിച്ചൊക്കെ ആൾക്കാരൊക്കെ അറിയുള്ളൂ. ബിസിനസ് അല്ലേ?
കിമിര എടാ മെസ്സിയൊക്കെ ഇന്ത്യയിൽ വരുന്നു പറയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഫുട്ബോൾ കേരളം പിന്നെ ഒരു സ്പോട്ട് ലൈറ്റ് ആയി. അതിൽ തന്നെ എത്ര ബിസിനസ്സിന് അതിനെത്ര പൈസ കിട്ടും, പോരാത്തന്നെ ടിക്കറ്റ് സെയിലിന് എത്ര പൈസ കിട്ടും. പറഞ്ഞ കേട്ടാ, യാ അല്ലാ മെസ്സി, യാ അല്ലാ കേരളം. ഒരു കണക്കിന് അത് ശരിയാ, ഒരു മീൻസ് ഒരു ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിക്ക് ശരിയാ. റിസ്കി ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ. പിന്നെ പോരാത്തന്നെ മെസ്സി വരുന്നതിനെ കൊണ്ട് എന്തായാലും റവന്യൂ ജനറേഷൻ എന്തായാലും ഉണ്ടാവില്ലേ. ബാക്കി രീതിയിൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ ടിക്കറ്റ് സെയിൽസ്, ബാക്കി ഹോട്ടൽസ്, എത്ര പേര്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അവരുടെ കൺസേൺ എന്താന്ന് വെച്ചാൽ ഇത്രയും കോടി മുടക്കിയിട്ട് ഈ പ്ലെയറിനെ കൊണ്ടുവരേണ്ട, ലൈക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അത്രയും ഉണ്ടാവുമോ എന്നുള്ള ഒരു രീതിയിലാണ് സഡൻ ചോദ്യം. റിട്ടേൺ ഉണ്ടാവില്ലായിരിക്കും മേ ബി. ബട്ട് നോക്കാം ഭാവിയിൽ എന്ത് വരും. ഈ 400 ന്യൂസിൽ വരണല്ലേ, അതിലൊരു 200 മുക്കില്ലേ? എനിക്കറിയില്ല, കറക്റ്റ് നമ്പർ എനിക്കറിയില്ല. അറൌണ്ട് ലൈക്ക് സം 100 crores ആണ്. സോ മേ ബി ഇറ്റ്സ് ലെസ്, ഐ ഡോണ്ട് നോ. അല്ലെ Anyways. പൊതുപ്രവർത്തനം വികസനം പറഞ്ഞാല് അതിലും കൊറേയൊക്കെ ആരെങ്കിലും ഒക്കെ മുക്കും, പിന്നെ ബാക്കിയുള്ളത് പണി പകുതി നിൽക്കും. ഇതൊക്കെ തന്നെയല്ലേ നടക്കണത്. ഇതിലും മുക്കും, പക്ഷെ അറ്റ്ലീസ്റ്റ് വരുന്നുണ്ടല്ലോ, വന്നാ നല്ലേ. ഫുട്ബോളിനെ വലിയൊരു ഫുട്ബോളിന്റെ പെർസ്പെക്റ്റീവിൽ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബൂസ്റ്റ് ആണ്, അതിൽ സംശയമില്ല. കാരണം ഐ തിങ്ക് ഇതിനു മുമ്പ് മെസ്സി ഇന്ത്യയിൽ വന്നത് കൊൽക്കത്തയിൽ 2011 ഏത് വർഷടാ? വന്നിട്ടുണ്ട് 12 11 തോന്നുന്നു, 11 അത് കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പൊ അതും കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും വലിയൊരു ഫുട്ബോൾ ആരാധകരുടെ ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉണ്ടായിട്ട് തന്നെ ഇതുവരെ അങ്ങേർക്ക് വരാൻ പറ്റിയിട്ടില്ല. സോ അത് വലിയൊരു ബൂസ്റ്റ് തന്നെയാണ്, സംശയമില്ല. ഞാൻ ക്രിസ്ത്യാനോ ജേഴ്സി ഇട്ട് ഉണ്ടാവും അവിടെ. നമുക്ക് സൂടാണ് അവിടുന്ന്. ഇല്ലല്ല, മറ്റേ ടീം അടിക്കുമ്പോ മറ്റേ ടീം അടിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ കെവിന ആവും. എടാ അത്രല്ലേ ഉള്ളൂ ഈ എപ്പിസോഡില്, കൂടുതൽ ഇതിൽ പറയാനുണ്ടോ? അതിന്റെ ഫോം ഉണ്ടായിരുന്നു, അത് നമ്മ പറഞ്ഞില്ല. പിന്നെ അതിനെ പറയണമെന്നില്ല, ഫോം ഉണ്ടായിട്ടെന്ന കാര്യം. പൊട്ടാണല്ലോ, മിണ്ടരുത് നീ. നമ്മുടെ കൂടെ ഒരു യുണൈറ്റഡ് ഫാൻ കൂടി വേണ്ടായിരുന്നു, അറുത്തെടുക്കായിരുന്നു. അയ്യോ, അവനെ മണവാളം വന്നില്ല. ചെൽസി ഇതുവരെ ഇപ്പൊ കൺസിക്യൂട്ടീവ് ആയിട്ട് വിൻസ് ഒന്നും ഇല്ലല്ലോ, അതൊരു ടോപ്പിക് ആയിരുന്നു. ബട്ട് ഇന്നലെ വിജയിച്ചു. നീയല്ലേ വലിയ ഊതി വീർപ്പിച്ചിരുന്നു ചെൽസി ഭയങ്കര കണ്ടന്റർ ആണെന്നൊക്കെ. നിന്നോടാണ് ഞാൻ ചോദിക്കണത്, എവിടെ കണ്ടന്റർ എവിടെ? നീ ഒന്ന് പേടിക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ ഊതി വിടുന്നേടാ. അയ്യോ, ഞാൻ മൂത്രം ഒഴിച്ചായിരുന്നു കേട്ടോ. ഞാനൊരു ബോട്ടം ജി മൂവ് ചെയ്തടാ. എന്താടാ ഇത് നോക്കടാ കേമിര. ഞാൻ മേടിച്ചതല്ല, ഇവിടെ ഒരുത്തൻ മറന്നു വെച്ച് പോയതാ. അതാണ് കേമിര. എന്ത് സംഭവം? ടേസ്റ്റ് ഉണ്ടാ പ്രൈം? ഞാൻ കുടിച്ചിട്ടില്ല, തുറന്നിട്ട് പോലില്ല. ഇന്നാണ് ഒന്ന് കുടിച്ചു നോക്ക്. കിമിര എന്റെ പഞ്ച് എടുക്കണോ? എടാ പ്രൈമോ, നീ ഇത്രക്ക് വലിയ മെസ്സി ഫാനാണോ? മെസ്സി ഫാനോ? സോറി, പ്രൈം മെസ്സിയുടെ. സോറി, ബാർസലോണന്റെ. ബാർസലോണന്റെ ഒന്നല്ല പ്രൈം, ബാർസലോണ പൊട്ടി നിൽക്കുമ്പോ അവർക്ക് കാശില്ലാഞ്ഞിട്ട് ഇവർക്ക് ഓരോ ബ്രാൻഡിനും കൊടുക്കണ. ബാർസലോണന്റെ പ്രൈം. ഓ, കഷ്ടപ്പെട്ട ഒരു ഓൽമോനെ കൊണ്ടുവന്നായിരുന്നു, ഇപ്പൊ അവന് ഇഞ്ചുറി ആയി. അങ്ങനെ തന്നെ വേണം. അയ്യോ, അങ്ങനെ തന്നില്ലേ? നേഷൻസ് ലീഗ് ആകുമ്പോഴേക്കും അവന് ശരിയാവണം. അതുവരെ കുഴപ്പമില്ല. ചെറി ഫ്രീസ് ഉണ്ട്, ചെറി ഫ്രീസ്, പിന്നെ ട്രോപ്പിക്കൽ. എങ്ങനെയുണ്ട്? ഏത് കുടിക്കണം പറയേ?
നീ രണ്ട് നീ ഓരോ സിപ്പ് വെച്ച് കുടി. ചോന്നിരിക്കണ സാധനം കുടിക്കും. ചോന്നിരിക്കണ കാണുമ്പോ നല്ല രസമുണ്ട്. എങ്കിൽ ട്രോപ്പിക്കൽ പഞ്ച് ലിവർപൂളിന്റെ കളറാ, അതുകൊണ്ടാ. എടുത്തോ, എടാ അടിച്ചോ. എനിക്കും താടാ ഇതൊക്കെ, അയച്ചു താടാ എനിക്കും പ്രൈമൊക്കെ. ഞാൻ ഓർഡർ ചെയ്യാൻ പോവാ. മോനെ അതിൽ ഗുലാൻ അങ്ങനെ ബോട്ടം ചെയ്യായി. പച്ചവെള്ളം കുടിക്കുന്ന പോലെ ഉണ്ടാ. കൊള്ളാം. ഇറ്റ്സ് ഗുഡ്. എനിക്ക് ഇഷ്ടമായി. ഇപ്പൊ തന്നെ അങ്ങ് ഓർഡർ ചെയ്തേക്കാം പ്രൈം ഒന്ന്. ഇത് എത്ര കൊള്ളാം. രൂപ ഉണ്ട്? ആമസോൺ പ്രൈമിൽ കിട്ടൂലടാ അത്. അതാ പ്രൈം എടാ ഇതില് രൂപ ഇല്ല, കാരണം ഇത് അവൻ US കൊണ്ടുവന്ന, അവൻ ഇവിടെ മറന്നു വെച്ച് പോയതാ. US നിന്ന് പ്രൈം ഒക്കെ ഇമ്പോർട്ട് ചെയ്താ നീ? എന്തോന്നാണ് ഇത്? 500 രൂപ. അത്രയും വലിയ ജി എനിക്ക് വേണ്ടടാ. 100 ml 500 രൂപയുണ്ട്. 500 ml ആടാ ഇതില്. 500 ml എഴുതിയിട്ടുണ്ട്. എടാ 500 ml 500 രൂപയാണ്. കെമിരാ 100 ml 100 രൂപ. വെറുതെ അല്ലേ ഇവിടെ ആരംഭിക്കാത്തത്? ഒരു മിനിറ്റ് നോക്കട്ടെ. ഓൺലൈനിൽ ഇങ്ങനെ കാണിക്കുന്നേ. പ്രൈം പ്രൈസ് നോക്കട്ടെ. മോനെ അങ്ങനെ മെസ്സിയുടെ മാസ് പ്ലസ് ഉണ്ട്, ഞാൻ അതങ്ങ് ഓർഡർ ചെയ്തല്ലോ. 800 രൂപ 500 ml. 800 റുപ്യ. എടാ പ്രാന്താണ് നിനക്ക്. ഓടാ അമ്മ ഒന്നാലും ഉണ്ട്. എടാ 3 എണ്ണത്തിന് 1000 രൂപയാണ് കാണിക്കണത് ഫ്ലിപ്കാർട്ടില്. അത് 3 എണ്ണായോണ്ടല്ലേ. എന്ത് കത്തിയാടാ അത്? പക്ഷെ ഒരെണ്ണത്തിന് MRP ഇവര് ഇട്ടിരിക്കണ എത്ര അറിയോ? 9000 രൂപ. ഇത് വല്ലോ ഇതൊക്കെ ഫേക്ക് ആണെന്ന് തോന്നുന്നു. ഞാനും ഒരു എനർജി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാ. 400 രൂപ. എന്റെ മോനെ, ഇതിന് പക്ഷെ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടാ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. 500 രൂപയ്ക്കൊക്കെ. എടാ പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു ഈ സാധനം. ആരും സെല് ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു. ഇന്ത്യയിലുണ്ട്. ചില പ്രീമിയം ഈ അണ്ണൻ ഗോൾ അടിച്ചു തോന്നല്ലോ. 2 ഗോൾ ഇന്ന് കളിയുണ്ട്. അടിച്ചു. കളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞിണ്ടാവും. എടാ എന്തായാലും ഈ എപ്പിസോഡ് എൻഡ് ചെയ്യട്ടെ. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറി പ്രൈമിന്റെ പ്രൊമോഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു കായ് പോലും തന്നില്ല ലോഗൻ പോള്. അതെ, ഫ്രീ പ്രൊമോഷൻ. Okay guys, thank you so much for tuning into the Kalipos Talks. We'll see you soon in the next episode. Bye. സുലാൽ.